പെരിയ ബഹുമാനപ്പെട്ട ആന്റണി എത്തക്കാട്ടച്ചൻ, ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ, പ്രിയങ്കരനായ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അച്ഛൻ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലാലിമ ടോമി, ഏറെ സ്നേഹനിധി ആയ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, അതോടൊപ്പം ജനപ്രതിനിധികളുണ്ട്, എത്തേണ്ട ആളുകളുണ്ട്, ഏറെ സ്നേഹം നിറഞ്ഞ ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, 5 മണി തുടങ്ങി 6:30 വരെ വളരെ ടൈറ്റായിട്ട് പോകേണ്ടിയിരുന്ന ഒരു പ്രോഗ്രാമാണിത്. സ്വാഗത പ്രസംഗത്തിന് 3 മിനിറ്റ് സമയം മാത്രം അത്തരത്തിൽ വളരെ ചിട്ടയോടെ നടക്കേണ്ടിയിരുന്ന ഒന്നായിരുന്നു. പക്ഷേ ചില സമയക്രമീകരണത്തിലുണ്ടായ ബുദ്ധിമുട്ട് മൂലമാണ് ഇപ്രകാരം വൈകിപ്പോയത്. ഞാൻ അതിനുവേണ്ടി ഒരു ക്ഷമാപണം എല്ലാവരോടുമായി, കാരണം സമയം വിലപ്പെട്ടതാണ്. 150 പേരുടെ 1 മിനിറ്റ് വെച്ച് പോയാൽ തന്നെ നമ്മുടെ സമയം വളരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷമാപണം ഞാൻ പറയുന്നു. എന്നാലും നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇത്തരത്തിലെ പ്രോഗ്രാമുകൾ ചങ്ങനാശ്ശേരിയിൽ നമ്മൾ ഒന്നിച്ച് വെക്കുന്നതിൻ്റെ കാരണം നമ്മളെല്ലാവരും ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ നമുക്ക് രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി നിന്നുകൊണ്ട് ഇത്തരത്തിലെ പരിപാടികളെ വിജയിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷനായിട്ട് എത്തേണ്ടത് അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപ്പോലിത്ത. അദ്ദേഹം ഉടൻ എത്തുന്നതാണ്. ഏറെ സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹം ഇല്ലെങ്കിൽ പോലും ഓർമ്മിച്ച് ഞാൻ സ്വാഗതം അറിയിക്കുന്നു. സ്ട്രോങ് ആയിട്ട് കൈയടിച്ചു, കുഴപ്പമില്ല. നമ്മുടെ ഈ സമ്മേളനത്തിൽ നമ്മളോടൊപ്പം ഉദ്ഘാടകനായി എത്തേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ്, കേരള നിയമസഭാ സ്പീക്കർ. വളരെ അഭിമാനത്തോടെയാണ് അദ്ദേഹത്തെ നേരത്തെ സ്വാഗതം ചെയ്തത്. പക്ഷേ അദ്ദേഹം ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് മറ്റു പല പരിപാടികൾ പുള്ളിയുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടത്തി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിപ്പെടാൻ പറ്റാതിരുന്നത്. വളരെ സ്നേഹപൂർവ്വമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചത്. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുഖ്യ വികാരി ജനറൽ പ്രിയപ്പെട്ട ആന്റണി എത്തക്കാട്ടച്ചൻ, ആരുപേക്ഷിച്ചാലും സമയത്തെത്തുന്ന സാന്നിധ്യമാണ് എത്തക്കാട്ടച്ചൻ. അച്ഛനെ വളരെ പുഞ്ചിരിയോടുകൂടി അച്ഛൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ ആന്റണി എത്തക്കാട്ടച്ചനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടെ എത്തേണ്ട ആളാണ് വിനു ജോബ് കുഴിമണ്ണിൽ, ചങ്ങനാശ്ശേരിയുടെ ചെയർമാൻ ജോണി ജോസഫ്, അതോടൊപ്പം മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലാലിമ ടോമി ഇവിടെയുണ്ട്. നമ്മുടെ മീഡിയ വില്ലേജിലെ ഫിനാൻസ് ഡയറക്ടർ ലിബിനച്ചൻ വരേണ്ടതുണ്ട്. വിവിധ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, കൗൺസിലേഴ്സ്, അതോടൊപ്പം വൈസ് ചെയർപേഴ്സൺ ഇവിടെയുണ്ട്. ജനപ്രതിനിധികളായിട്ട് നിങ്ങളെല്ലാവരും ഉള്ളത് ചങ്ങനാശ്ശേരിക്ക് വലിയ ബലമാണ്. എല്ലാ ജനപ്രതിനിധികളെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വികസന സെമിനാർ മോഡറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ റൂബിൻ രാജ് സാറാണ്. അതോടൊപ്പം റിസോഴ്സ് ടീം അവർ ദിവസങ്ങളെടുത്ത് പഠിച്ച് ഈ പേപ്പർ അവതരണത്തിന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അവർ 5 മിനിറ്റ് സമയമേ ഇവിടെ സംസാരിക്കത്തുള്ളൂ എങ്കിൽ പോലും അഭിമന്യ പിതാവ് വന്നിട്ടുണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടെ പിതാവിനെ കൈയടിച്ച് നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഈ റിസോഴ്സ് ടീം വളരെ ദിവസങ്ങളെടുത്ത് പഠിച്ച പ്രസൻറ്റേഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവർ 5 മിനിറ്റ് സമയം കൊണ്ട് അവതരിപ്പിക്കും. പക്ഷേ കൂടുതൽ വിവരങ്ങൾ റിട്ടേൺ ഫോമിൽ MLAക്ക് പിന്നീട് നൽകും എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പറുകൾ നൽകിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയുടെ വികസന സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തന്നെ അതിൽ നമുക്ക് കുറിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് ഈ പ്രകാരം ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ റിസോഴ്സ് ടീം, അതോടൊപ്പം ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന പൗരപ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. അതോടൊപ്പം നമുക്ക് സ്പോൺസർ ചെയ്യുന്ന വാത്സല്യം ഗ്രൂപ്പ് നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സമയം ആശംസിക്കുന്നു. സ്നേഹമുള്ള അഭിവന്യ പിതാവേ, പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അച്ഛൻ, ജോഫി അച്ഛൻ, മീഡിയ വില്ലേജിലെ വൈദിക സഹോദരരെ, സ്നേഹമുള്ള ജനപ്രതിനിധികളെ, ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ഗൗരവമായി ഒരു സായാഹ്നം ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന് ഗൗരവം ഒട്ടും തന്നെ ഞാൻ കുറയ്ക്കുന്നില്ല.
എന്നോട് 5 മിനിറ്റ് സമയമാണ് ആമുഖമായി സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 4 മിനിറ്റ് ആകുമ്പോൾ നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇന്ന് പേപ്പർ പ്രസൻറ്റേഷനുണ്ട്. ഒത്തിരിയധികം ആളുകൾ പല വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കും. അതെല്ലാം ഒന്ന് പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുവാൻ അത് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം നല്ല തയ്യാറെടുപ്പോടുകൂടി വന്നിട്ടുണ്ട്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ റേഡിയോ മീഡിയ വില്ലേജ് ഇതുപോലെയുള്ള നാടിൻ്റെ വികസനത്തിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ്. അവരുടെ ചരിത്രത്തിൽ ഈ മീഡിയ വില്ലേജ് സ്ഥാപനം റേഡിയോ വന്നതിന് ശേഷം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തിരിയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ മാധ്യമമാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള വെല്ലുവിളികളെ കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് ജനങ്ങളെ ഒരുമിച്ച് നിർത്താനൊക്കെയുള്ള വലിയൊരു സംരംഭമാണ് ഈ മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. എനിക്ക് പറയാനുള്ള 1-2 കാര്യം. ഒന്ന്, നമ്മളുടെ ഈ വികസനം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, ഒരു നാടിൻ്റെ വികസനം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇത് സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ച മാത്രമല്ല ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. അവിടെ ഒരു 3-4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് സാമ്പത്തികമാണ്. സാമ്പത്തികം എന്ന് പറയുമ്പോൾ ആളോഹരി വരുമാനം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരോഗ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ജോലി എടുക്കാതിരിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലെ എത്ര പേർക്ക് ഇന്ന് ആളോഹരി വരുമാനം ഉണ്ടാകുന്നുണ്ട്? ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സ്റ്റഡി നമ്മൾ നടത്തണം. നമ്മുടെ ഈ പായിപ്പാടാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം. നമ്മുടെയൊക്കെ ഇന്ന് സ്ഥാപനങ്ങളിൽ പണിയാൻ വേണ്ടി മലയാളികളെ കിട്ടാനില്ല. എന്നാൽ നമ്മുടെ പല ആളുകളും ജോലിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിപ്പുണ്ട്. ഇതൊരു വികസനമാണ് ഒരു നാടിൻ്റെ. അപ്പോൾ വികസനം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആളോഹരി വരുമാനം നേടാനുള്ള വഴികൾ കണ്ടെത്താതെ നമ്മൾ മറ്റു മാർഗങ്ങൾ തേടി ജോലി ചെയ്യാതിരിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജോലി ഇന്ന് ഒരു മഹനീയമായ ഒരു കാര്യമായി, അധ്വാനിച്ച് ജോലി എടുക്കുന്ന ഒരു വലിയ കാര്യമായി ആരും പരിഗണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഓവർനൈറ്റിലൂടെ സമ്പന്നനാകാൻ വേണ്ടിയുള്ള പരിശ്രമം അതൊന്നും ഒരു നാടിനെ വികസനത്തിലേക്ക് നയിക്കുകയില്ല. അപ്പം കഠിനാധ്വാനത്തിൻ്റെ വഴികൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാ തൊഴിലിനും മാഹാത്മ്യം ഉണ്ടെന്ന് പറയുവാനുമൊക്കെയുള്ള ഒരു വലിയ പരിശീലനം നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനം പൂർണ്ണമായും നമുക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെയാണ് വ്യവസായ കാർഷിക രംഗങ്ങളിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാകണം. കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരന് അവൻ്റെ ഉൽപ്പന്നം വിറ്റഴിയുമ്പോൾ അവന് കിട്ടുന്ന തുക അവൻ്റെ ചെലവിനനുസരിച്ച് അവനത് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സാമ്പത്തികമായി കടക്കണിയിലേക്ക് അവനെ നയിക്കുന്നു. അപ്പോൾ അതൊരു വലിയ ഡിസ്പാരിറ്റി അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനുള്ള സാധ്യത നമ്മുടെ നാട്ടിലുണ്ടോ? കർഷകന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ആ സ്ഥലത്ത് തന്നെ മറ്റു കൈകളിലൂടെ പോവാതെ നേരിട്ട് ഉപഭോക്താവിൻ്റെ അടുക്കിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഒരു വിപണന രീതികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കുറേയേറെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും. ഈ ആളോഹരി വരുമാനം നമ്മുടെ ഭവനങ്ങളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കച്ചവടങ്ങൾ വികസിക്കും, മെച്ചപ്പെടും, പണത്തിൻ്റെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഒരു നാട്ടിൽ യഥാർത്ഥത്തിലുള്ള വികസനങ്ങൾ കച്ചവടക്കാർക്കും അതുപോലെ വ്യവസായികൾക്കും കൃഷിക്കാർക്കും ഒക്കെ ഗുണപ്രദമായ രീതിയിൽ നടക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. മറ്റൊരു മേഖല എന്ന് പറയുന്നത് സാമൂഹികപരമായിട്ടുള്ള ഒരു വളർച്ചയും വികസനമാണ്. സാമൂഹ്യപരം എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല. സാമൂഹ്യപരം എന്ന് പറയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മുടെ ആരോഗ്യ രംഗം, അതുപോലെ നമ്മുടെ ജീവിത നിലവാരം, ഇതെല്ലാം സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. സമൂഹത്തിൽ ഒരുമിച്ച് വരാനും സംഗമിക്കാനും ഒരു സോഷ്യലൈസേഷൻ നടത്താനും ഒക്കെയുള്ള വലിയ സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. നമ്മളെല്ലാം ഇങ്ങനെ ഇടുങ്ങി ഒറ്റയ്ക്ക് വീടുകളിൽ ഇരുന്ന് ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട് വികസിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാമൂഹിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യരംഗം നമ്മളേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ആളുകളെ ആരോഗ്യമുള്ളവരായി ജീവിക്കാനായിട്ടുള്ള പരിശീലനം ഒരു നാട് കൊടുക്കണം. അതിന് പറ്റിയ സംവിധാനങ്ങൾ ഒക്കെ ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ടാവണം. കളിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ഒരു സാമൂഹികപരമായിട്ടുള്ള വികസനത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല
അന്തരീക്ഷം അവിടെ കൊടുക്കണം. അവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവണതകൾ നാട്ടിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ ലഹരി അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കലാലയങ്ങൾ ഇത് തകരുമ്പോൾ അതൊക്കെ ഒരു നാടിൻ്റെ അധപതനമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള വികസനത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് ഒരു ആത്മീയമായ വളർച്ചയും വികസനമാണ്. നമ്മൾ സാമ്പത്തികവും സാമൂഹികവുമായി വലിയ നിലയിൽ എത്തിച്ചേർന്നാലും നമുക്കൊരു ആത്മീയതയുണ്ട് നമ്മുടെ ജീവിതത്തിന്. നമ്മുടെ ബുദ്ധി മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ ശരീരം മാത്രം വളർന്നാൽ പോരാ, നമുക്കൊരു മനസ്സും ഒരു ആത്മാവും ഉണ്ട്. അപ്പോൾ ഈ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു നാട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റു സമുദായങ്ങളെ, അവരുടെ ആചാരങ്ങളെ പരിഗണിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരം, ഈശ്വര വിശ്വാസികളെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു സംസ്കാരം, ഇതൊക്കെ ഒരു വളർച്ചയാണ്. നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 99% ആളുകളും ഈശ്വരവിശ്വാസികളാണ്. ഈ 143 കോടി ജനങ്ങളുള്ളതിൽ അതിൽ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ നിരീശ്വരവാദികളായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഈ ഒരു ആത്മീയതയെ നമുക്കൊരിക്കലും മറച്ചു പിടിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും വലിയ സമുദായ സൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അതൊരു വളർച്ചയും വികസനവും തന്നെയാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതും ആവശ്യമാണ്. ആ രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതായിരിക്കും. നാലാമതായിട്ട് ഒരു ധാർമ്മികമായിട്ടുള്ളൊരു വികസനം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിത ബന്ധങ്ങൾ, വിശുദ്ധി, മറ്റുള്ളവരെ പരിഗണിക്കുന്ന രീതി, സ്ത്രീകളോട് കാണിക്കേണ്ട ആദരവ്, അംഗീകാരം, പരസ്പരമുള്ള ബഹുമാനം, ഇതെല്ലാം നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണുവാനായിട്ട് കഴിയണം. വളരെ സത്യസന്ധതയുള്ള ഒരു നാടാണ് ചങ്ങനാശ്ശേരി നാട്. ഇവിടെ ആരെയും കബളിപ്പിക്കുന്നില്ല. അത് വലിയൊരു വികസന കൺസെപ്റ്റാണ്. ഇവിടെ നമ്മൾ സാധനം വാങ്ങിക്കാൻ പോയ പച്ചക്കറി കടക്കാരും അല്ലെങ്കിൽ മറ്റ് ബിസിനസ് നടത്തുന്നവരും നമ്മളെ കബളിപ്പിക്കത്തില്ല. ഇവിടെ നമുക്ക് മനുഷ്യരെ വിശ്വസിക്കാം. ഇങ്ങനെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ നാടിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തണം. അപ്പോൾ ആരെയും കബളിപ്പിക്കാത്ത, എല്ലാവരെയും വിശ്വസിക്കാവുന്ന ഒരു നാട്, വികസനമുള്ള ഒരു നാട് എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് പറയാനായിട്ടുള്ളത് ഒരു സാംസ്കാരികമായ ഒരു വളർച്ച നമുക്കുണ്ടാകണം. സാംസ്കാരിക വളർച്ച എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ UDF സർക്കാർ, അവരാരും വന്നിട്ടില്ല, അല്ലെ? അവരെ കുറിച്ച് പറയാമായിരുന്നു. അവർ വന്ന് പറഞ്ഞു, നമുക്ക് വയോജനങ്ങൾക്ക് വേണ്ടി പുതിയ വകുപ്പ് നമ്മൾ ആരംഭിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മൾ പ്രായമുള്ളവരെ എങ്ങനെ പരിഗണിക്കുന്നു അതനുസരിച്ചാണ് ഒരു നാടിൻ്റെ സംസ്കാരം നമ്മൾ വിലയിരുത്തുന്നത്. പ്രായമുള്ളവരെ മാത്രമല്ല, നമ്മൾ ദുർബലരായ മനുഷ്യരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒരു സമുദായം, ഒരു സമൂഹം എങ്ങനെയാണ് പരിഗണിക്കുന്നത്, അത് ആ സമൂഹത്തിൻ്റെ വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത്, ആ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ളവരെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ദുർബലരായ മനുഷ്യരുണ്ട്, അങ്ങനെ ഒത്തിരിയധികം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്, ദരിദ്രരുണ്ട്, ഭവനങ്ങളില്ലാത്തവരുണ്ട്. ഇവരെയൊക്കെ കരുതുന്ന ഒരു വികസന കൺസെപ്റ്റ് നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ വികസനം പൂർണ്ണമാകത്തുള്ളൂ. വികസനം എന്ന് പറയുന്ന ഒരു ബഹുമുഖ പ്രക്രിയയാണ്. അതൊരു ഭാഗത്ത് മാത്രം വികസനം ഉണ്ടായാൽ ശരി. നമ്മളിപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെക്കുറിച്ചാണ്, വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. റോഡ് വേണം, പാലം വേണം, അതുപോലെയുള്ള ട്രാഫിക് ഒഴിവാവണം, അതൊക്കെ വേണ്ടതാണ്. പക്ഷേ അതുമാത്രമല്ല വികസനത്തിന് മറ്റു തലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വികസന കാഴ്ചപ്പാടിനെ കാണാൻ സാധിച്ചാൽ വലിയൊരു കാര്യമായിരിക്കും. ഈ ഒരു സെമിനാർ ഫലപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രിയ ബഹുമാനപ്പെട്ട ആൻ്റണി ഏത്തക്കാട്ടച്ചൻ, ജോലി വെച്ച മാരെ, പിന്നെ സ്വീകരിച്ച ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, മറ്റ് വിവിധ മേഖലകളിൽ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാടിൻ്റെ നന്മയും വളർച്ചയും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുത്തെ ചർച്ചയ്ക്ക് മോഡറേറ്ററായിരിക്കുന്ന, ഇപ്പോൾ എത്തിയ ഡോക്ടർ ഗോപിൽ രാജ്, മറ്റേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചർച്ചാവേദി സംഘടിപ്പിച്ചതിൻ്റെ ഇതിലുള്ള സന്തോഷം അറിയിക്കുകയും അതിനെ നേതൃത്വം കൊടുക്കുന്ന മീഡിയ വില്ലേജിനെ വേണ്ടി അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. കാരണം എല്ലാവരും ഒന്നുചേർന്ന് ഒരുമിച്ചൊന്ന് ചിന്തിക്കാൻ സാധിക്കുക, പൊതു നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ പൊതുവായ നന്മയ്ക്കും വളർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് ഒന്ന് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഏതൊരു വളർച്ചയുടെയും പിന്നിൽ ഒരു ഐക്യബോധം, ഐക്യം, ഒരു സഹകരണ മനോഭാവം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പൊതുവായ ഒരു നന്മ ലക്ഷ്യം വെച്ച് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഒരു മനസ്സോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സമൂഹത്തോടൊപ്പം ഓരോ വ്യക്തിയും വളരുകയാണ്, ശക്തിപ്പെടുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുമിച്ച് ആയിരിക്കുന്ന ഒരു വേദി തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായ ഒന്നാണ്. ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരി വളരെ പുരാതന പ്രസിദ്ധമായ ഒരു നഗരമാണ് ചങ്ങനാശ്ശേരി. ഇവിടെ ചങ്ങനാശ്ശേരി താലൂക്കിന് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകിച്ച് ഉള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ചങ്ങനാശ്ശേരിയെക്കുറിച്ച് ഒത്തിരി അഭിമാനത്തോടെ നമുക്ക് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സാധിക്കും. ചങ്ങനാശ്ശേരി ത്തിൻ്റെ ആ സ്ഥലം, ചങ്ങനാശ്ശേരി എന്നുള്ള ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യം, എല്ലാ വശത്തു നിന്നും ഗതാഗതത്തിന് സൗകര്യമുള്ള ഒരു കേന്ദ്രമാണ്, ഒരു സെൻറ്ററാണ് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നുമൊക്കെ ഇവിടെ വരുവാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു സെൻറ്ററാണ്. അതുതന്നെയാണ് വളർച്ചയ്ക്ക് വികസനത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകം. അത് നമുക്ക് ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് ഉള്ളതിനെ പോലെ ഇന്ന് അത് ദൃഢപ്പെടുന്നുണ്ടോ എന്ന് സംശയമാണ്. അവിടെയുള്ള പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പരസ്പര ബന്ധം, സമ്പർക്കത്തിനുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടനാടും ആലപ്പുഴയും ഒക്കെയായിട്ടുള്ള ബന്ധം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ നിർണായകമായിരുന്നു. ആ കാര്യത്തിലൊക്കെ ഇന്ന് ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ചങ്ങനാശ്ശേരി 5 വിളക്കിൻ്റെ നാടെന്ന് പറയാറുണ്ട്. ഈ 5 വിളക്കിൻ്റെ പിന്നിൽ ഒരു 5 നന്മകളെക്കുറിച്ച് പറയാറുണ്ട്, 5 ഗുണങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. 5 വിളക്ക്, പഞ്ചഗുണങ്ങൾ. അത് സത്യം, നീതി, സമത്വം, സഹിഷ്ണുത, സൗഹാർദ്ദത എന്നീ 5 കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇത് വളരെ നിർണായകമായ ഗുണങ്ങളാണ്. സത്യം, നീതി, സമത്വം, അതാണല്ലോ വാസ്തവത്തിൽ പുരോഗതിയുടെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. സത്യം, നീതി, സമത്വം, സൗഹാർദ്ദത, സഹിഷ്ണുത. അപ്പം അങ്ങനെ ഈ നന്മകൾ, ഈ ഗുണങ്ങൾ സ്വന്തമാക്കി ഒരു പ്രദേശത്ത് ജനത്തിന് ആയിരിക്കുവാൻ സാധിച്ചാൽ, ആ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചാൽ, ആ മൂല്യങ്ങൾ പരസ്പര ബന്ധങ്ങളിൽ യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചാൽ അത്രയോ മനോഹരമായ ഒരു സമൂഹമായിരിക്കും അത്. ഇവിടെ ഒരു കാലത്ത് അടിമ വ്യാപാരമുണ്ടായിരുന്നു. അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, നാട്ടിലുണ്ടായിരുന്നതാണ്. അടിമ വ്യാപാരം നിലവിലിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. തിരുവിതാംകൂർ സർക്കാരിൻ്റെ കീഴിൽ 10-15,000 അടിമകളുണ്ടായിരുന്നു. അത് മറ്റ് വസ്തുക്കൾ അല്ലെങ്കിൽ കന്നുകാലികളെയൊക്കെ വിൽക്കുന്നത് പോലെ അവരെ പാട്ടത്തിന് കൊടുക്കുന്ന രീതിയുണ്ടായിരുന്നു. അങ്ങനെ ഒരവസ്ഥ ഏറെക്കാലം മുമ്പൊന്നുമല്ല, പക്ഷേ കുറേയൊക്കെ നമ്മുടെ കാലഘട്ടത്തിന് മുമ്പ് അങ്ങനെ ചന്തകളിൽ കുഞ്ഞുങ്ങളെയും വലിയവരെയും ഒക്കെ കൊണ്ടുവന്ന്, അടിമകളെ കൊണ്ടുവന്ന് വിൽപ്പന വസ്തുക്കളായിട്ട് വെച്ച് വിറ്റുപോകുന്ന അവസ്ഥാവിശേഷം. അങ്ങനെയൊരു നാടും കൂടിയായിരുന്നു നമ്മുടേത്. തീർച്ചയായും നമുക്ക് ഇന്നത് ചിന്തിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയുള്ള അടിമ വ്യാപാരം, അടിമ കച്ചവടമില്ലെങ്കിൽ തന്നെയും മനുഷ്യൻ ചിലപ്പോൾ കയ്യൂക്കുള്ളവൻ മറ്റുള്ളവരെ അടിമകളാക്കുന്നുണ്ട്. പല രീതിയിൽ പരോക്ഷമായിട്ട് അടിമത്തം പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അത്
കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത്, അല്ലെങ്കിൽ സമ്പത്തുള്ളവൻ, സ്വാധീന ശക്തിയുള്ളവൻ, അധികാരമുള്ളവൻ ഒക്കെ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്ന രീതി, സ്വന്തം ലാഭത്തിനു വേണ്ടി, അങ്ങനെയൊക്കെ മനോഭാവങ്ങളുണ്ട്. മാലിന്യം വിമുക്തമായ ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. അത് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളിൽ തന്നെ ആരംഭിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ശിക്ഷണം. കുഞ്ഞുങ്ങളിൽ തന്നെ ആരംഭിക്കണം. നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ ഈ വിദേശ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ജർമ്മനിയിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. കിൻഡർ ഗാർട്ടൻ തലത്തിൽ മുതൽ കുഞ്ഞുങ്ങൾക്ക് ഇതിന് ശിക്ഷണം നൽകും. എങ്ങനെയാണ് എന്തെങ്കിലും കയ്യിലൊരു സാധനം കിട്ടിയാൽ അത് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മിഠായി നിന്ന് തന്നെ കള്ളാസ് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കറിയാം. സംസാരിക്കാൻ പോലും തുടങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രയോഗത്തിൽ അവരെ പരിശീലിപ്പിച്ച് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നുണ്ട്. അപ്പോൾ അവരൊരിക്കലും വഴിയിലൊരു എന്തെങ്കിലും പിടിയല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന കണ്ടാൽ പുറകെ പെറുക്കിയെടുക്കും. പെറുക്കിയെടുത്ത് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഈ ഒരു ശിക്ഷണം നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ സാധിക്കുകയില്ല? ഈ കാര്യം മാത്രമല്ല, ഇതുപോലെ പല കാര്യങ്ങളിലും ഏറ്റവും ചെറുപ്പത്തിൽ തുടങ്ങണം നമ്മുടെ ശിക്ഷണം. ഏറ്റവും ഇഫക്റ്റീവായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നല്ല ആശയങ്ങൾ, തെറ്റായ ആശയങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും നിഷ്കളങ്കമായ മനസ്സാണ് അവരുടേത്. അപ്പോൾ നല്ലൊരു കാര്യം പറയുമ്പോൾ അല്ലെ ചെയ്ത് കാണുമ്പോൾ അത് ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ശിക്ഷണം നമ്മൾ വീട്ടിലുണ്ടാകണം, പുറത്തും ഉണ്ടാകണം. നമ്മുടെ പരിശീലന കേന്ദ്രങ്ങൾക്ക് അതിന് പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പല പ്രാവശ്യവും പല അവസരങ്ങളിലും മാലിന്യമുക്ത ജനാശരിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും പൂർണ്ണമായിട്ട് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് സത്യമാണ്. കാരണം ആ ഒരു ശിക്ഷണം നമുക്കില്ല എന്നുള്ളതാണ്. വലിച്ചു വാരിയിടുക എന്നുള്ളത്, ആ ഒരു ശിക്ഷണം, അതായത് ഇതുവരെയുള്ള ചില കാര്യങ്ങൾ ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഏതായാലും മറ്റ് വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മ, നമ്മുടെ ജനത്തിൻ്റെ നന്മ, ആ സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. മഹത്വമുണ്ട് എല്ലാവർക്കും. എനിക്ക് മഹത്വമുണ്ട്, മറ്റുള്ളവർക്കും മഹത്വമുണ്ട്. എനിക്ക് ഉള്ളതുപോലെയുള്ള മഹത്വം മറ്റുള്ളവർക്കും ഉണ്ടാകണം. അത് അംഗീകരിക്കപ്പെടണം എന്നുള്ള ഒരു മനോഭാവമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, ആദരിക്കുക, ചുറ്റുപാടുകളെ ആദരിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, ആദരിക്കുക. കാരണം പ്രകൃതി എത്രയോ സമ്പന്നമായ വലിയൊരു നിക്ഷേപമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ എന്തൊരു വലിയ ദാനമാണത് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രകൃതിയെ നന്നായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുക, അതിനെ ആദരിക്കുക, ആദരവോടെ അതിനെ കാണാൻ സാധിക്കുക, പ്രകൃതി വസ്തുക്കളെയും ഒക്കെ കാണാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില മനോഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ വളർത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് ഓരോ കാര്യങ്ങളും നമുക്കറിയാവുന്നതിലേക്കൊന്നും കിടക്കുന്നില്ല. വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരിയധികം നല്ല പാരമ്പര്യമുണ്ട്. അത് ഇനിയും ഏറെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ഒരു നൂറ്റാണ്ടിന് മുമ്പ്, അല്ലെങ്കിൽ ഒന്നേകാൽ നൂറ്റാണ്ടിന് മുമ്പ് കോട്ടയത്തേക്കാൾ പ്രമുഖമായ ഒരു നഗരമായിരുന്നു ഈ ചങ്ങനാശ്ശേരി. അന്ന് കോട്ടയത്തേക്കാൾ ഈ ചങ്ങനാശ്ശേരി ഇന്നത്തെ അതിരൂപതയുടെ ആസ്ഥാനം ഈ ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം കോട്ടയത്തേക്കാൾ വളരെയധികം സൗകര്യവും പുരോഗതി പ്രാപിച്ച ഒരു സ്ഥലമാണ് ഇത്, ഈ ചങ്ങനാശ്ശേരി. ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ നന്മ, ഊർജ്ജസ്വലത, ഇവിടുത്തെ വലിയ പ്രസിദ്ധമായ ചന്ത, യാത്രാ സൗകര്യങ്ങൾ, സാമ്പത്തികമായ മികവ്, ഇതെല്ലാം പരിഗണിച്ചാണ് ഇങ്ങോട്ട് ആസ്ഥാനം മാറ്റിയത്. അപ്പോൾ അന്ന് കോട്ടയത്തേക്കാൾ പ്രമുഖമായ ഒരു നഗരവും ചുറ്റുപാടുമായിരുന്നു ചങ്ങനാശ്ശേരിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി എന്നുള്ള സത്യമാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ അത് രാഷ്ട്രീയ തലത്തിൽ പോലും ആ വെറും പാർട്ടി പോളിറ്റിക്സ്, പാർട്ടി എന്നതിന് ഉപരിയായിട്ട് ജനത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മനോഭാവം ക്രിയേറ്റ് ചെയ്താൽ നമുക്കെല്ലാവർക്കും വളരുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കൾച്ചർ വളർന്ന് ആ ഒരു ആഭിമുഖ്യം രൂപപ്പെടുവാൻ
ഈ ഇന്നത്തെ ചർച്ചകൾ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അഭിവന്യ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട എത്തക്കട്ടച്ച, ജോഫിയച്ച, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ ഗൗരവവും അർത്ഥപൂർണവുമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും കരുത്തായ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ചങ്ങനാശ്ശേരിയുടെ വികസന സെമിനാർ അല്ലെങ്കിൽ വികസന ശില്പശാലയിലേക്ക് ഒരു മോഡറേറ്ററിന് അനുവദിച്ച് കിട്ടിയേക്കാവുന്ന സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് പറയുകയാണ്, ദയവായി നിങ്ങളുടെ മൊബൈൽ ഒന്നുകിൽ സൈലൻറ്റ് മോഡിലിടുക അല്ലെങ്കിൽ അല്പസമയത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് സൂചിപ്പിക്കട്ടെ. വലിയൊരു ആമുഖത്തിന് പ്രസക്തിയില്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചങ്ങനാശ്ശേരിയെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞ ആ ദിവസം മുതൽ കയറിക്കൂടിയതാണ്. പലവിധ വിശേഷണങ്ങളാവാം ചങ്ങനാശ്ശേരിക്ക്. എങ്കിലും ഞാൻ ചങ്ങനാശ്ശേരിയെ നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ചരിത്ര ഭൂമികയായിട്ടാണ്, സാംസ്കാരിക ഭൂമികയായിട്ടാണ്, വാണിജ്യ, ആത്മീയ, കാർഷിക സഹിഷ്ണുത നിറഞ്ഞ ഭൂമികയായിട്ടാണ്. ആ ഒരു ഭൂപ്രദേശം ഇങ്ങനെയല്ല മുൻപോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്ത എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ വളരെ ശക്തമായി നിലകൊള്ളുകയാണ്. ലോകം മാറുന്നതനുസരിച്ച് നമ്മുടെ ജനത പ്രതീക്ഷിക്കുന്ന ഉയരങ്ങളിലേക്ക് ചങ്ങനാശ്ശേരിയെ കൊണ്ടെത്തിക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്തരമൊരു സെമിനാറുമായിട്ട് ഞങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. 6 വിഷയങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ചങ്ങനാശ്ശേരിയുടെ വിനോദ സഞ്ചാര സാധ്യതകളും ചങ്ങനാശ്ശേരി കമ്പോളവും, ചങ്ങനാശ്ശേരിയുടെ വിദ്യാഭ്യാസ ഭാവിയും സാധ്യതകളും, മാലിന്യമുക്ത ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരിയുടെ വ്യവസായ സാധ്യതകളും മുന്നേറ്റവും, ചങ്ങനാശ്ശേരിയുടെ ഗതാഗത മുൻഗണനകൾ, ചങ്ങനാശ്ശേരിയുടെ കൃഷി ആരോഗ്യ മേഖലകൾ. ഈ 6 വിഷയങ്ങളെക്കുറിച്ചും ഈ 6 വിഷയങ്ങൾ സംബന്ധിച്ച 6 ലഘു പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുവാൻ പരമാവധി 5 മിനിറ്റാണ് നൽകിയിരിക്കുന്നത്. 4 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇടപെടും, ബെല്ലടിക്കും. അതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾക്ക് 1 മിനിറ്റ് കൂടി ഉള്ളൂ എന്നാണ്. കൃത്യം 5-ാം മിനിറ്റിൽ നിങ്ങളുടെ അവതരണം പൂർത്തിയാക്കണം. അങ്ങനെ 6 പേരുടെയും അവതരണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പൊതു ചർച്ചയ്ക്കുള്ള സമയമാണ്. നമുക്ക് വലിയ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം വൈകിയാണ് നമ്മൾ തുടങ്ങിയതുമൊക്കെ. പക്ഷേ എങ്കിലും നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതെപ്രകാരം പറയണമെന്ന് ആ സമയത്ത് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളാം. ഇതൊക്കെ ആരും കേട്ടില്ലെങ്കിലും കേൾക്കേണ്ട ആള് നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ്. അദ്ദേഹം ഇവിടെ എത്തിയതിലുള്ള സന്തോഷം നമുക്കുണ്ട്. ഒന്നാമത്തെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിയുടെ വിനോദസഞ്ചാര സാധ്യതകളും ചങ്ങനാശ്ശേരി കമ്പോളവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രസന്റേഷൻ നടത്തുവാൻ അലൻ ജോസഫ് ജെയിംസ്, ആർക്കിടെക്ട് ആൻഡ് അർബൻ ഡിസൈനർ, പ്രസിഡന്റ്, JCI നാലുകൂടിയെ ക്ഷണിക്കുന്നു. അദ്ദേഹം ഇത് വെറുതെ പറയുകയല്ല, ചങ്ങനാശ്ശേരിയുടെ വിനോദസഞ്ചാര സാധ്യതകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയുടെ കമ്പോളത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. JCIയുടെ സഹായം നമ്മുടെ ഈ പരിപാടിയിലുണ്ട്. വളരെ സ്നേഹത്തോടെ അലനെ ചങ്ങനാശ്ശേരിയുടെ വിനോദസഞ്ചാര സാധ്യതകളും ചങ്ങനാശ്ശേരി കമ്പോളവും എന്ന വിഷയം അവതരിപ്പിക്കുവാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചങ്ങനാശ്ശേരി, the gateway city. 1. The position, a town between two worlds. കേരളത്തിലെ 2 പ്രധാന ഭൂപ്രകൃതിയുടെ സംഗമസ്ഥാനത്താണ് ചങ്ങനാശ്ശേരി. പടിഞ്ഞാറ് കുട്ടനാട്, കുമരകം ബാക്ക്വാട്ടേഴ്സ്, കിഴക്ക് വാഗമൺ, തേക്കടി, ഹൈറേഞ്ചസ്. നൂറ്റാണ്ടുകളായി കുട്ടനാടിൻ്റെ നെല്ലും മലനാടിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങളും സംഗമിച്ച യഥാർത്ഥ ഗേറ്റ്വേ ആയിരുന്നു ഇത്. ഇത് വെറും ഒരു ചരിത്രമല്ല, ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ അൺടാപ്ഡ് അസറ്റ് ആണ്. വെള്ളത്തിനും മലകൾക്കും ഇടയിലുള്ള ഈ പിവോട്ട് പൊസിഷൻ മധ്യ കേരളത്തിൽ മറ്റൊരു നഗരത്തിനുമില്ല. The paradox.
The problem is our greatest opportunity. ബാക്ക് വാട്ടറുകളും മലയോരങ്ങളും ഇടയിൽ സഞ്ചരിക്കുന്ന നിരവധി പേർ ചങ്ങനാശ്ശേരിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ സ്ഥിര താമസക്കാർക്ക് പുറമെ ദിവസവും നഗരത്തിലൂടെ കടന്നു പോകുന്ന വലിയൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ തന്നെ ഇവിടെ പതിറ്റാണ്ടുകളായി നമ്മൾ ഇതൊരു ട്രാൻസിറ്റ് ടൗണായി മാത്രമാണ് കണ്ടിരിക്കുന്നത്. ആളുകൾ വെറുതെ കടന്നു പോകുന്ന ഒരിടം. എന്നാൽ സത്യമതല്ല. നമ്മൾ പുതിയ സന്ദർശകരെ ആകർഷിക്കേണ്ടതില്ല. കാരണം അവർ ഇതിനകം തന്നെ ഇവിടെയുണ്ട്. അവർക്ക് ഇവിടെ ഇറങ്ങാനും സമയം ചെലവഴിക്കാനും ഒരു കാരണം, റീസൺ ടു സ്റ്റോപ്പ്, ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. തേർഡ്, ദ വിഷൻ ഫ്രം ട്രാൻസിറ്റ് ടൗൺ ടു ഗേറ്റ് വേ ഡെസ്റ്റിനേഷൻ. പൈതൃകം, സംസ്കാരം, ജലപാതകൾ, പബ്ലിക് സ്പേസസ്, സസ്റ്റൈനബിൾ ടൂറിസം എന്നിവയിലൂടെ കുട്ടനാടിനെയും പശ്ചിമഘട്ടത്തെയും ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ പ്രധാന ഗേറ്റ് വേ സിറ്റി ആയി ചങ്ങനാശ്ശേരിയെ മാറ്റുക. ഇതിൻ്റെ കേന്ദ്രബിന്ദു നമ്മുടെ പഴയ മാർക്കറ്റും ബൂട്ടുചെട്ടിയും ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇവിടുത്തെ പൈതൃകം കെട്ടിടങ്ങൾ സംരക്ഷിച്ച് അഡാപ്റ്റീവ് റീയൂസ് വഴി ബുട്ടീക് ഹോട്ടൽസ്, ഹെറിറ്റേജ് റിസോർട്ട്, മ്യൂസിയംസ്, ആർട്ട് കഫേസ് എന്നിവയായി മാറ്റാം. മാർക്കറ്റിനെ ഒരു ലിവിംഗ് മ്യൂസിയമായി നിലനിർത്താം. അതായത് പഴയ കെട്ടിടങ്ങളും പൈതൃകത്തിനും കോട്ടം തട്ടാതെ തന്നെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ കച്ചവടവും ദൈനംദിന പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്ന ഒരു ആധുനിക മാർക്കറ്റ്. ഹോളിവുഡ്, ബോളിവുഡ് സിനിമകൾക്ക് വേദിയായി ഈ മാർക്കറ്റിനെ ഗവൺമെൻറ് പിന്തുണയോടെ മധ്യ കേരളത്തിൻ്റെ ഒരു സ്ക്രീൻ ആൻഡ് ഡിസൈൻ ഡിസ്ട്രിക്റ്റായി ബ്രാൻഡ് ചെയ്യുക. പൈതൃക സംരക്ഷണവും വരുമാനവും ഇതിലൂടെ ഒന്നായി മാറും. ഫോർത്ത്, ദ ഹെറിറ്റേജ് കോർ, അവർ അൺഫെയർ അഡ്വാൻറ്റേജ്. നഗരത്തിൽ തന്നെ 30-ലധികം ഗ്രേഡ് 1, ഗ്രേഡ് 2 പൈതൃക സ്വത്തുക്കളാണ് നമുക്കുള്ളത്. ചേര കാലഘട്ടത്തിലെ ലിഖിതങ്ങളുള്ള വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം, പെരുന്നാൾ സുബ്രഹ്മണ്യ ക്ഷേത്രം, തൃക്കുടുത്താന ക്ഷേത്രം, ലക്ഷ്മീപുരം കൊട്ടാരം, പഴയ പള്ളി, മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ, 5 വിളക്ക്. ക്ഷേത്രങ്ങളും പള്ളികളും കൊട്ടാരങ്ങളും എല്ലാം ഉൾപ്പെടുത്തി നടന്നു കാണാവുന്ന ഒരു ഇൻ ടൗൺ ഹെറിറ്റേജ് സർക്യൂട്ട് ഉണ്ടാക്കണം. വാഴപ്പള്ളിയിലെ ടെമ്പിൾ മ്യൂസിയവും ചരിത്ര പഠനങ്ങളും ഇതിൻ്റെ ആങ്കർ പ്രൊജക്ട്സ് ആകും. കാലങ്ങളായി മുടങ്ങാതെ നടക്കുന്ന ചന്ദനക്കുടം കേരളത്തിലെ ഏറ്റവും മികച്ച മതസൗഹാർദ്ദ മാതൃകയാണ്. ഫിഫ്ത്ത്, ദ ലിവിംഗ് എക്കണോമി. ദ ടൗൺ ഈസ് ഓൾറെഡി അവേക്കനിങ്. ഒരു പ്ലാനും ഇല്ലാതെ തന്നെ മോഡേൺ ടൂറിസം ഇവിടെ സജീവമാണ്. ബൈപ്പാസുകളിലെ ഫുഡ് സ്ട്രീറ്റ്, എല്ലാവരും ആകർഷിക്കുന്ന ക്രിസ്മസ് കാർണിവൽ, കോളേജുകൾക്ക് ചുറ്റുമുള്ള കഫേ സംസ്കാരം, വളർന്നു വരുന്ന വെൽനസ് എക്കണോമി. ആൻഡ് നമ്മുടെ സ്ട്രാറ്റജി ഒരു 2 സ്പീഡ് ടൗൺ ആണ്. പകൽ പൈതൃകം, വൈകുന്നേരം ഫുഡ് ആൻഡ് ഫെസ്റ്റിവൽ എക്കണോമി. മികച്ച ഡിസൈനുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് വെറും ഒരു കച്ചവടമല്ല, അതൊരു സോഷ്യൽ ആക്ടിവേറ്ററാണ്. മുനിസിപ്പൽ ഭൂമിയിൽ നമുക്കൊരു മികച്ച ഫുഡ് സ്ട്രീറ്റ്, മിനി പാർക്ക്, ഓപ്പൺ ജിം, ഓഡിറ്റോറിയം, പബ്ലിക് ഇവൻറ്റ് സ്പേസുകൾ എന്നിവ നിർമ്മിക്കാം. അങ്ങനെ പാസ് ത്രൂ ആയിരുന്ന ഒരിടം ഒരു ഡെസ്റ്റിനേഷനായി മാറും. സിക്സ്ത്, ദ വാട്ടർ ഫ്രണ്ട്, റീകണക്റ്റിംഗ് വിത്ത് വാട്ടർ. നഗരത്തിൻ്റെ ജീവനാഡിയായിരുന്ന കനാലുകളും ബൂട്ടുചെട്ടിയും ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇതിന് വലിയൊരു മാറ്റം വരുത്തേണ്ട ഏറ്റവും അത്യാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറാണ് KC പാലം. പാലത്തിൻ്റെ ഉയരം കൂട്ടിയാൽ ഹൗസ് ബോട്ടുകളും മറ്റു ചരക്കും നമുക്ക് ചങ്ങനാശ്ശേരിയിൽ എത്തിക്കാനും ടൂറിസം പെട്ടെന്ന് വികസിക്കാനും സാധിക്കും. ബോട്ടുചെട്ടിയെ നാഷണൽ വാട്ടർവേ 3യുടെ വടക്കൻ എൻട്രിയായി മാറ്റുക. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ, മനക്കച്ചിറ എന്നിവ ബന്ധിപ്പിച്ച് ഒരു വാട്ടർ ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കുക. കനാലുകൾ ഡ്രഡ്ജ് ചെയ്ത് പായലും മാറ്റി ഗതാഗത യോഗ്യമാക്കുക. ഇതോടെ ആലപ്പുഴയ്ക്ക് തുല്യമായി കുട്ടനാടിൻ്റെ അർബൻ ഗേറ്റ് വേ ആയി ചങ്ങനാശ്ശേരി മാറും. 7, ഇത് ബ്രാൻഡഡ് ഗേറ്റ് വേ ആൻഡ് പബ്ലിക് റേലം. ചങ്ങനാശ്ശേരിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കണം. എൻട്രികൾ, ഗേറ്റ് വേ ലാൻഡ്മാർക്സ്, കൃത്യമായ വേ ഫൈൻഡിംഗ് ബോർഡുകളും സ്ഥാപിക്കണം. മുനിസിപ്പാലിറ്റിക്ക് യാതൊരു ചെലവുമില്ലാതെ തന്നെ ആശുപത്രികളുടെയും സ്ഥാപനങ്ങളിലെ CSR ഫണ്ട് ഉപയോഗിച്ച് നഗരത്തിലെ റൗണ്ട് ബോട്ടുകൾ മനോഹരമാക്കാൻ കഴിയും. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഫാസ്റ്റസ്റ്റ് വിന്നാണ്. ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കാൻ പുതിയ വെസ്റ്റേൺ ബൈപ്പാസ്, ഒപ്പം റെയിൽവേ ഫ്ലൈഓവർ റീകൺഫിഗറേഷൻ എന്നിവ നടപ്പിലാക്കണം. സുരക്ഷിതമായി നടക്കാവുന്ന തെരുവുകളും മനോഹരമായ അറൈവൽ പ്ലാസകളും ഉൾപ്പെടുന്ന പബ്ലിക് റേലം നമ്മുടെ യഥാർത്ഥ പ്രൊഡക്റ്റ്. 8, ഇത് റീജിയണൽ സർക്യൂട്ട്, ചങ്ങനാശ്ശേരി അറ്റ് ദ സെൻറ്റർ. ഒരു ഗേറ്റ് വേ പൂർണ്ണമാകണമെങ്കിൽ അത് മറ്റു സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കണം. കുമരകം, കുട്ടനാട്, വാഗമൺ, തേക്കടി എന്നിവയെ ബന്ധിപ്പിക്കുന്ന ടൂറിസം സർക്യൂട്ടുകൾ കേന്ദ്രമായി ചങ്ങനാശ്ശേരി മാറണം. ഇതോടൊപ്പം നഗരത്തിലെ ഇൻ ടൗൺ ഹെറിറ്റേജ് സർക്യൂട്ടും ഗ്രാമീണ സർക്യൂട്ടുകളും വികസിപ്പിക്കുകയും വിസിറ്റർ ഓറിയൻറ്റേഷൻ സെൻ്ററുകൾ ആരംഭിക്കുകയും വേണം. കേരളത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മലയോര പ്രദേശങ്ങളിലേക്കുള്ള ഏതൊരു യാത്രയും സ്റ്റാർട്ടിംഗ് പോയിന്റായി ചങ്ങനാശ്ശേരി ബ്രാൻഡ് ചെയ്യുകയാണ് നമ്മുടെ സ്ട്രാറ്റജി. 9, ദ ഡെലിവറിംഗ് മോഡൽ. പ്രൊഫഷണലായ ആർക്കിടെക്ട്സ്, അർബൻ ഡിസൈനേഴ്സ്, ടൗൺ പ്ലാനേഴ്സ്, എഞ്ചിനീയേഴ്സ് എന്നിവർ അടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം വേണം ഈ ദീർഘകാല വിഷൻ തയ്യാറാക്കാനായിട്ട്. ഇതിനായി ചങ്ങനാശ്ശേരി ഗേറ്റ് വേ ഡെവലപ്മെൻറ്റ് SPV, അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന ഒരു സിംഗിൾ വിൻഡോ ബോഡിയായി രൂപീകരിക്കുക. നഗരത്തിൽ തനിമ നിലനിർത്താൻ ആദ്യ വർഷം തന്നെ മുനിസിപ്പാലിറ്റി വഴി ഫോം ബേസ്ഡ് ബിൽഡിംഗ് കോഡുകൾ കൊണ്ടുവരികയും ചെയ്യുക. 10, റോഡ് മാപ്പ്. ഇതൊരു പുതിയ ആശയമല്ല. നിലവിലെ സ്റ്റാറ്റ്യൂട്ടറി ഡെവലപ്മെൻറ്റ് പ്ലാൻ വഴിയും ആദ്യ 2 വർഷം KSRTC ടെർമിനലുകൾ പൂർത്തിയാക്കുക, ഫ്ലൈ ഓവറുകൾ പൂർത്തിയാക്കുക, CSR വഴി റൗണ്ട് ബോട്ടുകൾ, ഹെറിറ്റേജ് സൈനേജുകൾ സ്ഥാപിക്കുക. 2 മുതൽ 4 വർഷം
വരെ പൈതൃക സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കുക. 4-5 വർഷം പബ്ലിക് പ്രൈവറ്റ് പ്രോജക്റ്റ്, വലിയ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുക. ഇതൊക്കെ പ്രവർത്തിയാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. പൈതൃകം നമ്മുടെ ഭാവിയാണ്. ഹെറിറ്റേജ് ഇസ് അവർ ഫ്യൂച്ചർ. നമുക്ക് ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കാം. നന്ദി. രണ്ടാമത്തത് ചങ്ങനാശ്ശേരിയുടെ വിദ്യാഭ്യാസ ഭാവിയും സാധ്യതകളും സംബന്ധിച്ച പേപ്പറാണ്. പേപ്പർ അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജാൻസൺ ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ, സെയിൻറ്റ് ബെർഗ്മൻസ് കോളേജ് ഓട്ടോണമസ്, ചങ്ങനാശ്ശേരി. SB കോളേജിൻ്റെ പുതിയ വൈസ് പ്രിൻസിപ്പലാണ്. വളരെ വ്യത്യസ്തമായി ഈ വിദ്യാഭ്യാസത്തെയും അതിൻ്റെ ദൗത്യത്തെയും കാണുന്ന ജാൻസനെ പ്രത്യേകം ക്ഷണിക്കണം. നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു മേഖലയിൽ നിന്നാണ് ഞാൻ കുറച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചങ്ങനാശ്ശേരിയുടെ വിദ്യാഭ്യാസ ഭാവിയും സാധ്യതകളും. എന്തുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം അക്ഷരനഗരിയാണെങ്കിൽ ഇവിടെ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അക്ഷരനഗരിയുടെ തലസ്ഥാനമാണ് ചങ്ങനാശ്ശേരി എന്ന് പറയാം. ഇവിടെ വിവിധ തരത്തിലുള്ള സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതിനെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയത്തിൻ്റെ തന്നെയല്ല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തലസ്ഥാനമായിട്ട് ചങ്ങനാശ്ശേരിയെ മാറ്റുവാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട അലൻ സാർ സൂചിപ്പിച്ച പോലെ ചങ്ങനാശ്ശേരിയുടെ മാറുന്ന ഒരു കൾച്ചർ, അത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതാണ്, വിദ്യാർത്ഥികളെ കൂടുതൽ ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ പറഞ്ഞ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരി വിദ്യാഭ്യാസ ഭാവി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യമായിട്ട് നമുക്ക് പ്രൈമറി സ്കൂൾ തൊട്ട് തുടങ്ങാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് NEP 2020 FLN മിഷൻ. അതായത് കുട്ടികളുടെ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ട്രെയിനിങ്, അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വായിക്കാനും എഴുതാനും കണക്ക് കൂട്ടാനും ഒക്കെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും ഇതുവരെ നമ്മുടെ ഇവിടെ നടക്കാതിരുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാതിരുന്ന ഒരു കാര്യമാണ് എന്നുള്ള കണ്ടെത്തലിന് പുറത്ത് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുവാൻ ഗവൺമെൻറ് തന്നെ, സെൻട്രൽ ഗവൺമെൻറ് തന്നെ പ്രോജക്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ അവസരം ചങ്ങനാശ്ശേരിയിലെ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ കുഞ്ഞു കുട്ടികളെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ, അവർക്ക് ലേണിംഗ് ഡിഫിക്കൽറ്റി ഭാവിയിൽ ഉണ്ടാകാത്ത രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. ക്യാച്ച് ദം യങ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് പോലെയൊക്കെ തുടങ്ങി ഇത് മറ്റ് പല സംസ്ഥാനങ്ങളിലും പല MPമാരും MLAമാരും നടപ്പിലാക്കി വിജയിച്ചിട്ടുള്ള പ്രോജക്റ്റുകളാണ്. പത്രത്തിൽ നമ്മുടെ പ്രൈമറി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി അംഗനവാടികൾ നമ്മുടെ നാട്ടിലുണ്ട്, ചങ്ങനാശ്ശേരി ഉൾപ്പെടെ എല്ലാ സ്ഥലത്തുമുണ്ട്. ഇത് പലപ്പോഴും ആ നാട്ടിലെ പ്രൈമറി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്, അതൊരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് മാറ്റി നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രൈമറി സ്കൂളിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മുടെ അംഗൻവാടികളെ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്കുള്ള ട്രാൻസിഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അവരുടെ കുറച്ചും കൂടെ ഒരു സ്മൂത്തായിട്ട് അവർക്ക് സ്കൂളിലെ പഠനത്തിലേക്ക് പ്രവേശിക്കുവാനും അത്തരത്തിൽ കുറച്ചും കൂടെ നല്ല ഒരു ഭാവി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്രമീകരിക്കുവാനും അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷനുള്ള ഭാവി ക്രമീകരിക്കുവാനും സാധിക്കും. കൂടാതെ ചങ്ങനാശ്ശേരിയിൽ ഒത്തിരി സ്കൂളുകളുണ്ട്, പല CBSE, ICSE, കേരള ഇങ്ങനെയുള്ള സ്കൂളുകളെയൊക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡൊക്കെ ഉണ്ട്. ഒരു ക്ലസ്റ്റർ സംവിധാനം കൊണ്ടുവന്നുകൊണ്ട്, അത് ബഹുമാനപ്പെട്ട MLAക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, ഒരു ക്ലസ്റ്റർ സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് ഈ സ്കൂളുകളുടെ റിസോഴ്സ് ഒക്കെ തന്നെ ഒരു പരിധിവരെയെങ്കിലും ഒരു ഷെയറിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ എല്ലാ സ്കൂളിലും തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്, അതായത് സ്പെഷ്യൽ BEd കഴിഞ്ഞ എഡ്യൂക്കേറ്റേഴ്സിനെ എല്ലാ സ്കൂളിലും തന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ, അതിനും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം ആവശ്യമാണ്. കാരണം ഇന്ന് സ്റ്റഡീസൊക്കെ തന്നെ പറയുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളിലൊക്കെ തന്നെ ലേണിംഗ് ഡിഫിക്കൽറ്റിയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്കൊരു ആരംഭ സ്റ്റേജിൽ തന്നെ ഇവർക്ക് ആവശ്യമായ പിന്തുണ കൊടുത്തുകൊണ്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ എല്ലാ സ്കൂളിലും നിലവിൽ അങ്ങനെ സംവിധാനമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ സ്കൂളിലും കൗൺസിലർമാരെ നിയമിക്കുകയാണെങ്കിൽ, അതായത് ചെറിയ ക്ലാസ് തൊട്ട് തന്നെ ഇപ്പോൾ ഒരു ആവശ്യമുണ്ടായാൽ ചൈൽഡ് ലൈനിൽ നിന്ന് ആൾക്കാർ വരുന്നതല്ലാതെ എല്ലാ സ്കൂളിലും കൗൺസിലർമാരെ നിയമിക്കുക എന്ന് പറയുന്ന ഒരാശയം കൂടെ മുന്നോട്ട് വയ്ക്കുന്നു. ഇനി കുറച്ചും കൂടെ ഗൗരവമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലേക്കും ബന്ധപ്പെട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബുകൾ, തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ 5ാം ക്ലാസ് തൊട്ട്, നമ്മളിപ്പോൾ 11ഉം 12ഉം ആവുമ്പോൾ കരിയർ ഗൈഡൻസ് കൊടുക്കുന്നത്, 5ാം ക്ലാസ് തൊട്ട് നമുക്ക് കരിയർ ഗൈഡൻസ് നടത്തുക. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയുടെ ഒരു മൊത്തത്തിലെടുക്കുമ്പോഴത്തേക്കിനും ഒരു കോമൺ ചങ്ങനാശ്ശേരിയുടെ മുഴുവൻ സംവിധാനത്തിൽ ഈ പറഞ്ഞ ഒരു ട്രെയിനിങ് കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ സ്കൂളുകൾക്കും ഈ ഒരു സൗകര്യം ഷെയർ ചെയ്യാൻ പറ്റും. ആൻറ്റി ഡ്രഗ് ക്ലബ്ബുകൾ കോളേജ് സ്കൂളുകളിലും ഒക്കെ തന്നെ സ്ഥാപിക്കും. നിലവിലുണ്ട് എന്നാണ് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഈ മുമ്പേ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഈ ചെറുകിട വിദ്യാർത്ഥി സംരംഭങ്ങൾ, അതായത് സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾ അവർ നിർമ്മിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുവാനുള്ള ഒരു സംവിധാനം, സ്റ്റുഡൻറ്റ് മാർക്കറ്റുകൾ ക്രമീകരിക്കുക. ഇത് നിലവിൽ മറ്റു പല ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെയ്യുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി MLAയും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ചേരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റുഡൻറ്റ് മാർക്കറ്റുകൾ, കുട്ടികൾ തന്നെ സ്കൂളുകളിൽ നിർമ്മിച്ചുകൊണ്ട് സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാനും വിൽക്കാനും നമുക്കൊരു പ്രീമിയം പ്രൈസ് ഇട്ട് അത് വാങ്ങാനും സാധിക്കും. ഇതൊരു പ്രോജക്റ്റ് വിജയിക്കുകയാണെങ്കിൽ മെയ്ഡ് ബൈ സ്റ്റുഡൻസ് ഓഫ് ചങ്ങനാശ്ശേരി എന്നൊരു ബ്രാൻഡ് തന്നെ നമുക്ക് വളർത്തിക്കൊണ്ട് വരുവാൻ സാധിക്കും. കൂടാതെ ഇതിനോട് ചേർന്ന് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു ചങ്ങനാശ്ശേരി പുതിയ സ്പോർട്സ് കോംപ്ലക്സുകളൊക്കെ തന്നെ അനുവദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചങ്ങനാശ്ശേരി ഒരു സ്പോർട്സ് എഡ്യൂക്കേഷൻ ഹബ്ബായി മാറ്റുവാൻ നമുക്ക് ശ്രമിച്ചുകൂടാ?
ഒരു സ്പോർട്സ് സ്കൂളും ഒരു സ്പോർട്സ് എഡ്യൂക്കേഷൻ ഹബ്ബുമായിട്ട് ചങ്ങനാശ്ശേരിയെ മാറ്റാം. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ MLA കഴിഞ്ഞ പ്രാവശ്യം നടത്തി വിജയിച്ചൊരു കാര്യമാണ് സിവിൽ സർവീസ് ട്രെയിനിങ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കി. നിലവിൽ തന്നെ 3-4 പേര് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ചിന്ത കൂടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ക്രൈസ്റ്റ് കോളേജ് ഇരിക്കുന്ന ബാംഗ്ലൂർ സിറ്റിയുടെ ഭാഗമെന്ന് പറഞ്ഞാൽ വികസിച്ച സ്ഥലമല്ലായിരുന്നു. ക്രൈസ്റ്റ് കോളേജ് വന്നതിന് ശേഷമാണ് അത്രയും വലിയ വികസനം അവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ ഓട്ടോണമസ് കോളേജുകൾ പലതും ഒരു യൂണിവേഴ്സിറ്റി ആകാൻ കപ്പാസിറ്റി ഉള്ള തലത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ആ കോളേജുകളുടെ ഗ്രീവൻസ് കൂടെ പരിഗണിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്നുള്ളത് അത്ഭുതകരമായ ഒരു സത്യമാണ്. കൂടാതെ ഫണ്ടുകൾക്കൊക്കെ തന്നെ സമീപിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയുടെ ബഹുമാനപ്പെട്ട MLA ഈ എയ്ഡഡ് സ്കൂളുകളെയൊക്കെ മാറ്റി നിർത്തി ഗവൺമെൻറ് സ്കൂളുകൾക്ക് മാത്രം ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിലപാട് അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുതെന്നും കൂടെ അങ്ങയോട് ഏറ്റവും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഒരു ചങ്ങനാശ്ശേരി ഡിജിറ്റൽ പോർട്ടൽ, അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. ചങ്ങനാശ്ശേരിയിലെ എല്ലാ കോളേജുകളെയും സ്കൂളുകളെ ഒരുമിച്ച് നിർത്തിയുള്ള ഒരു ചങ്ങനാശ്ശേരി ഡിജിറ്റൽ പോർട്ടൽ കൊണ്ടുവരിക. കൂടാതെ അവസാനിപ്പിക്കുന്നു, ചങ്ങനാശ്ശേരിയിൽ ഒരു പോളിടെക്നിക്ക് AI സപ്പോർട്ട് കൂടെയുള്ളൊരു പോളിടെക്നിക്കും അതുപോലെ തന്നെ ഒരു സ്ഥാപനം, ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിലില്ല, അങ്ങനെ ഒരു സ്ഥാപനം ക്രമീകരിക്കണമെന്നും മങ്കമ്പിലുള്ള കാർഷിക സർവകലാശാലയുടെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വിങ് ഡിപ്പാർട്ട്മെൻറ്റ് ചങ്ങനാശ്ശേരിയിൽ ആരംഭിക്കണമെന്നും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രസൻറ്റേഷൻ നിർത്തുന്നു. ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ MLAക്ക് സമർപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു. അടുത്തത് മാലിന്യമുക്ത ചങ്ങനാശ്ശേരിയെക്കുറിച്ചുള്ള ഒരു അവതരണമാണ്. CJ ജോസഫ്, പ്രസിഡന്റ് താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ ചങ്ങനാശ്ശേരി. അദ്ദേഹത്തിന് ഈ മാലിന്യമുക്ത ചങ്ങനാശ്ശേരി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വപ്നവും ദർശനവുമാണ്. പ്രിയപ്പെട്ട CJയെ അവതരണത്തിനായി ക്ഷണിക്കണം. ചങ്ങനാശ്ശേരിയിലെ മാലിന്യ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഏറ്റവും പ്രധാനം നമ്മുടെ ഫാത്തിമാപുരം ഡംപിങ് യാർഡിൽ ഏതാണ്ട് അരനൂറ്റാണ്ടോളമായി കൂടിക്കിടക്കുന്ന ആയിരക്കണക്കിന് ടൺ ജൈവമാലിന്യവും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളുമാണ്, ലെഗസി വേസ്റ്റ്. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ബയോമൈനിങ്, ബയോ റെമഡിയേഷൻ പോലെയുള്ള പദ്ധതികൾ ഉപേക്ഷിച്ചിട്ട് അതിന് പകരമായി ശാസ്ത്രീയമായി മണ്ണ് പരിശോധന നടത്തി ഈ ലെഗസി വേസ്റ്റ് ലാൻഡ് ഫില്ലിങ് നടത്താവുന്നതാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അറവുശാല, സ്ലോട്ടർ ഹൗസ്, ഏതാണ്ട് വർഷങ്ങളായി ഇതിന് 50 ലക്ഷം രൂപ ഇത് നിർമ്മിക്കാനായിട്ട് അനുവദിച്ചതാണ്. വർഷങ്ങളായിട്ടത് നിർമ്മിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രവർത്തനക്ഷമമല്ലാതെ കിടക്കുന്ന ക്രെമറ്റോറിയം, ഡംപിങ് യാർഡിൽ നിന്നും അടിയന്തരമായി ലെഗസി വേസ്റ്റ് നീക്കം ചെയ്ത് അവിടെ എയറോബിക് ബിന്നുകൾ സ്ഥാപിച്ച് വ്യക്തികളോ സ്ഥാപനങ്ങളോ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവമാലിന്യം സംസ്കരിക്കാവുന്നതാണ്. ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളും ശേഖരിക്കുവാനും അവ തരംതിരിച്ച് ഉപയോഗിച്ച് റീസൈക്കിൾ ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനും അവർക്ക് പരിശീലനം നൽകാവുന്നതാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് സമാഹരിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് അവ തരംതിരിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്ന എയറോബിക് ബിൻ കമ്പോസ്റ്റ് സെൻ്ററുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും കൂടുതൽ എയറോബിക് ബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്യുക. ഓടകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളും മണ്ണും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുക. തകർന്നു കിടക്കുന്ന നടപ്പാതകൾ നന്നാക്കുക. ഓടകളെല്ലാം സ്ലാബിട്ട് മൂടുക. വാഴൂർ റോഡിലെയും MC റോഡിലെയും മറ്റു ഇട റോഡുകളിലെയും ഉള്ള വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യാൻ സത്വര നടപടികൾ സ്വീകരിക്കുക. റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങൾ, ഫലവൃക്ഷ മരങ്ങൾ മുതലായവ വെട്ടിനീക്കുക. കുളങ്ങൾ, പൊതുക്കിണറുകൾ, പാറക്കുളങ്ങൾ, മറ്റ് തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കി ചുറ്റും കല്ല് കെട്ടി ഭംഗിയാക്കുക. ആവണിത്തോട്, ഉമ്പിഴിച്ചിറത്തോട്, കാക്കാന്തോട്, പണ്ടകശാലക്കടവ് തോട്, ബോട്ടുചെട്ടി, ചന്തക്കടവ്, വേട്ടടിത്തോട് തുടങ്ങിയവയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പോളയും മറ്റ് ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും നീക്കം ചെയ്ത് ഇരുകരകളും കല്ലുകെട്ടി വൃത്തിയാക്കുക. മനക്കച്ചിറ കനാൽ വളരെ വലിയ തോതിൽ ജൈവമാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും കിലോമീറ്ററോളം ദൂരത്തിൽ പോളയും കാടും പിടിച്ച് മലിനമായി കിടക്കുന്നു. അതൊരു ഗുരുതരമായ അവസ്ഥയാണ്. മാരകരോഗം പരത്തുന്ന കോളിഫോം, സാൽമോണല്ല, ഷിഗല്ല ബാക്ടീരിയകളുടെ കലവറയാണ് ഇവിടം. ഇവിടെ അടിയന്തരമായി ജലശുദ്ധീകരണം നടത്തി മാലിന്യമുക്തമാക്കുക. പൊട്ടിപ്പൊളിഞ്ഞും കാട് പിടിച്ചും കിടക്കുന്ന DTPCയുടെ പവലീനുകൾ നവീകരിച്ച് ടൂറിസം വികസനം പ്രോത്സാഹിപ്പിക്കുക. ആവണി, ഉമ്പിടിച്ചിറ തോടുകളിൽ നിന്ന് ഒഴുകി വരുന്ന മാലിന്യങ്ങളും മനക്കച്ചിറ കനാലിൽ അടിഞ്ഞുകൂടുന്നു. ഇത് പ്രദേശവാസികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം. കനാലിൻ്റെ വശത്തുള്ള തട്ടുകിടകൾ മാലിന്യം തള്ളുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ബൈപ്പാസിൽ തള്ളുന്ന കക്കൂസ് മാലിന്യം, ഇരുവശത്തും വലിച്ചെറിയപ്പെട്ട് കിടക്കുന്ന അജൈവ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ബൈപ്പാസ് ഇരുവശവും സ്ട്രീറ്റ് ഗാർഡൻ നിർമ്മിച്ച് സൗന്ദര്യവൽക്കരിക്കുക. പുല്ലും മാലിന്യവും മൂടിക്കിടക്കുന്ന ഫുട്പാത്ത് നവീകരിക്കുക. ബൈപ്പാസിൽ ക്യാമറ സ്ഥാപിക്കുക.
ചങ്ങനാശ്ശേരി വിവിധ പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് കൂടുകളിലും കവറുകളിലും കെട്ടി തള്ളുന്ന മാലിന്യങ്ങൾ അവയെ തള്ളുന്നവരെ കണ്ടുപിടിക്കാൻ പല സ്ഥലങ്ങളിലും ക്യാമറ സ്ഥാപിക്കുക. പച്ചക്കറിക്കടകൾ, ഇറച്ചിക്കടകൾ, കോഴിക്കടകൾ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, തട്ടുകടകൾ, ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്ന ജൈവമാലിന്യങ്ങളും ശാസ്ത്രീയമായി സംസ്കരിക്കാതെ തോടുകളിലും ഓടകളിലും പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുന്നതും തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുക. സാധ്യമായ പൊതുസ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തുക. വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവമാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കാതെ പല സ്ഥലത്തും ഉപേക്ഷിക്കപ്പെടുന്നത് നിയന്ത്രിക്കുക. കുട്ടികളുടെ ഡയപ്പറുകൾ ഡീകമ്പോസ് ചെയ്യുവാനായിട്ട് ഇൻസിനേറ്റർ പോലുള്ള സംരംഭങ്ങൾ സ്ഥാപിക്കുക. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നതും ഉപയോഗശേഷം വഴിയോരങ്ങൾ വലിച്ചെറിയുന്നതും തടയുക. ചങ്ങനാശ്ശേരിയുടെ സൗന്ദര്യവൽക്കരണത്തിനും ഒരു ശരിയായ ടൗൺ പ്ലാനിങ്ങിനും കുറ്റമറ്റ മാലിന്യ നിർമ്മാർജ്ജനത്തിനും സംവിധാനത്തിനും അവതരിപ്പിക്കുവാൻ ഒരു സമിതി രൂപീകരിക്കുക. സ്ട്രീറ്റ് ഗാർഡൻ സാധ്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക. ഇതിന് സുൽത്താൻ ബത്തേരി ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്ന മോഡൽ അവലംബിക്കാവുന്നതാണ്. അജൈവ മാലിന്യമായ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് തടയാൻ ബോധവൽക്കരണം നടത്തുക. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി, മറ്റ് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ വിവിധ തരത്തിലുള്ള മാലിന്യ ശേഖരണത്തിന് കവലകളിലും പൊതുസ്ഥലങ്ങളിലും വെള്ള, പച്ച, നീല തുടങ്ങിയ ബിന്നുകളും ലേബൽ ചെയ്ത് സ്ഥാപിക്കുക. ചെറുപ്പം മുതലേ കുട്ടികളിൽ ശുചിത്വബോധം വളർത്തുവാൻ പരിശീലിപ്പിക്കുക. സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണ രീതികൾ പരിശീലിപ്പിക്കുക. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക. മാലിന്യ സംഭരണത്തിനും നിർമ്മാർജ്ജനത്തിനും പരിസര മലിനീകരണത്തിനും പരിസ്ഥിതി ശോഷണം സംബന്ധിച്ചുള്ള സ്ലോഗനുകൾ, പാട്ടുകൾ, ഷോർട്ട് ഫിലിമുകൾ തുടങ്ങിയവ കുട്ടികളെ പങ്കെടുപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. വിദ്യാലയങ്ങളിലെയും വഴിയോരങ്ങളിലെയും പൂന്തോട്ട നിർമ്മാണം നടത്തുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ചിത്രരചന, ക്വിസ്, ഫ്ലാഷ് മോബ്, സ്കിറ്റ്, മൊബൈൽ വീഡിയോ തുടങ്ങിയവയിലൂടെ കുട്ടികളെയും പൊതുജനങ്ങളെയും മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സഹായിക്കും. ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ മണ്ണ്, ഇത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. അത് ഹനിക്കാതെ ആരോഗ്യപരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച് വരും തലമുറയ്ക്ക് കൈമാറാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ബോധ്യം എല്ലാവരിലും ഉണ്ടാകണം. താങ്ക് യു. അഭിയന്ന് മാർ പെരുന്തോട്ടം പിതാവേ, ആമുഖപ്രസംഗം നിർവഹിക്കുന്ന റവറൻ ഫാദർ ആൻ്റണി എത്തക്കാട്, നമ്മുടെ ബഹുമാന്യനായ MLA ബഹുമാനപ്പെട്ട ശ്രീ വിനു, ഫാദർ ജോഫി പുതുപ്പറമ്പ്, ഡോക്ടർ റൂബിൾ രാജ്, മറ്റ് സ്നേഹനിധികളായ സഹോദരങ്ങളെ, സ്നേഹിതരെ, നമ്മളുടെ വികസന പ്രവർത്തനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, ജനങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായി കേൾക്കുക, അതൊരു ജനായത്ത സമ്പ്രദായത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെവിടെയോ ഒരു പ്ലാനിങ് നടക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഫണ്ട് അലോട്ട്മെൻറ്റും വരും. അത് ജനങ്ങൾക്ക് പ്രയോജനകരമാണോ, ജനങ്ങളുടെ ചിന്തയ്ക്ക് ഒത്താണോ എന്ന് അഭിപ്രായം രേഖപ്പെടുത്തേണ്ട ആളുകൾ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയെക്കുറിച്ചും വിലയിരുത്തുകയും അവിടുത്തെ ആവശ്യങ്ങൾ എന്താണ് ഫർദറായിട്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 6 മേഖലകളിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ചകൾ നടന്നിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയുടെ വിനോദസഞ്ചാര സാധ്യത, വിദ്യാഭ്യാസം, അതിൻ്റെ ഭാവിയും സാധ്യതകളും, മാലിന്യമുക്ത ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരിയുടെ വ്യവസായ സാധ്യതകൾ, ചങ്ങനാശ്ശേരിയുടെ ഗതാഗത മുൻഗണനകൾ, ചങ്ങനാശ്ശേരി കൃഷി ആരോഗ്യ മേഖലകൾ, ഈ 6 കാര്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി
അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമ്മുടെ MLAക്ക് തന്നെയാണ്. അദ്ദേഹം ഇതിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്കുള്ള പൊതു അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇത് തന്നെ വേണമെന്നില്ല, ഇതിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു പുതിയ ആശയഗതി വന്നാൽ ആ ആശയഗതിയെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയുന്നതാണ്. പഴയ ഒരു ലോകം നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനേക്കാൾ വ്യത്യസ്തമാണ് ഈ പുതിയ തലമുറയിൽപ്പെട്ടവർ. അവർക്കെല്ലാ കാര്യത്തിലും അവരുടേതായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അധികാരത്തിലിരിക്കുന്ന ആളുകൾ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ബഹുജന അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ ഉണ്ടാകണമെന്ന് അവർ ചിന്തിക്കും. അതിന് നേതൃത്വം കൊടുക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഈ വികസന സെമിനാറിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കഴിയും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ വികസനം നമ്മൾ കാണുന്നത് എന്താ? പഴയതിൽ നിന്നൊരു സ്റ്റെപ്പ് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ബേസ് പഴയത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകണം എന്നൊരു ചിന്തയുണ്ട് എങ്കിൽ അതിന് കൂടുതൽ ശക്തി പ്രാപിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള മാർഗത്തെക്കുറിച്ച് കൂടി ആലോചിക്കണം. ചങ്ങനാശ്ശേരി നിങ്ങൾക്കെല്ലാം 5 വിളക്കിൻ്റെ നാടാണ്, പാരമ്പര്യമുള്ളൊരു പ്രദേശമാണ്. ഒരു കാലത്ത് നമ്മുടെ കമ്പോളങ്ങളുടെ കേന്ദ്രമെന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി തന്നെയായിരുന്നു. ചങ്ങനാശ്ശേരിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത റോഡ് മുഖാന്തരവും ജലഗതാഗതം മുഖാന്തരവും ചങ്ങനാശ്ശേരിക്ക് ഒത്തിരി സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ പുതിയ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ സമുദ്ര കേന്ദ്രീകൃതമായ ഡെവലപ്മെൻറ്റിന് വേണ്ടി സാധ്യതകൾ തേടുക എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. 659 കിലോമീറ്റർ തീരദേശമുള്ള നമ്മുടെ തെക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം കേരളമാണ്. ആ സാധ്യതകൾ നമുക്ക് പൂർണ്ണമായി വിനിയോഗിക്കാൻ പറ്റിയിട്ടില്ല. ആ സാധ്യതയ്ക്ക് സമാന്തരമായി മറ്റ് ചാൻസുകൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവളം മുതൽ കാസർഗോഡ് വരെ ജലഗതാഗതം, നാഷണൽ വാട്ടർവേ, അത് നമ്മളുടെ മുമ്പിലുള്ള ഒരു വിഷയമാണ്. പക്ഷേ ആ നാഷണൽ വാട്ടർവേക്ക് ചില ബ്ലോക്കുണ്ട്. ആ ബ്ലോക്കുകൾ നമുക്ക് ആ തർക്കം പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ വാട്ടർവേ നമുക്ക് പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയുന്നില്ല. അവിടെ ചില സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഈ നാഷണൽ വാട്ടർവേ വന്നു കഴിഞ്ഞ് നിരന്തരമായി വാഹന സഞ്ചാരം ഉണ്ടാകുമ്പോൾ നമ്മളുടെ മത്സ്യത്തിൻ്റെ പ്രജനനത്തെ അത് ബാധിക്കുമോ എന്നൊരു സംശയമുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ചീനവലയിടുന്ന ആളുകളുണ്ട്. ചീനവലയുണ്ട് എന്നുള്ളത് കൊണ്ട് അത് മുറിച്ച് കടന്നു പോയാൽ അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾക്കൊരു അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായം വളരെ പ്രസക്തമാണ്. പക്ഷേ ഈ അഭിപ്രായങ്ങൾ തമ്മിലൊരു ഏകീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം വന്നാൽ നമുക്ക് ഈ മേഖല മുഴുവൻ നമുക്ക് ഗുണകരമായി വിനിയോഗിക്കാൻ കഴിയും. ചങ്ങനാശ്ശേരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചങ്ങനാശ്ശേരി മാത്രമല്ല, കുട്ടനാട് മേഖല എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയുടെ മറ്റൊരു വശമായിട്ട് നിൽക്കുകയാണ്. ആ കുട്ടനാട് മേഖലയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് കൂടി ആലോചിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ചങ്ങനാശ്ശേരി കേന്ദ്രീകൃതമായി ചങ്ങനാശ്ശേരിക്ക് ചുറ്റുവട്ടമുള്ള ഭൂപ്രദേശം, അവിടുത്തെ ടോട്ടൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റത്തക്ക വിധത്തിൽ ഒരു ചിന്ത ഉയരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു ഗുണം നമ്മൾക്കിപ്പോൾ പ്രാദേശികമായി ഇപ്പം ഞാനൊരു നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ്, പക്ഷെ വിനു ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. നമുക്കൊരു വികസനമെന്ന് പറയുമ്പോൾ ആ നിയോജകമണ്ഡലത്തെ മാത്രമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിരിക്കില്ല. തൊട്ടടുത്ത പ്രദേശം ഉണ്ടാകും, സെയിം പ്രശ്നങ്ങളുള്ള മറ്റ് പ്രദേശങ്ങളുണ്ടാകും. അതിനെ നമ്മൾക്കൊരു ക്ലസ്റ്ററായി കണ്ട് ആ ക്ലസ്റ്ററിൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുക. അത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടിയ കാര്യങ്ങൾ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ മാർഗങ്ങൾ, അതെല്ലാം നമുക്ക് തേടേണ്ടി വരും. സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമ്മളുടെ
വാട്ടർവേ ആണ്. വാട്ടർവേ എന്ന് ഞാൻ പറയുമ്പോൾ ആള് കടലിലുണ്ട്. ഇപ്പോൾ കടൽ തീരത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിൽ ചെറിയ ഷിപ്സ് ഉണ്ട്. ആ ചെറിയ ഷിപ്സ് അവിടുത്തെ ചരക്ക് ഗതാഗതത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഭാഗം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്കിതെല്ലാം നടക്കുന്ന റോഡിലാണ്. അപകട സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ചിലവ് കൂടുകയും അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. നമുക്കതിനൊരു ക്രമീകരണം വരുത്തണ്ടേ? അതിന് ക്രമീകരണം വരുത്തണമെങ്കിൽ ജനങ്ങളുടെ പൊതുവായ ഒരു ചിന്ത വേണം. ആ ചിന്തയിൽ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഏതെല്ലാം കാര്യങ്ങൾ നമുക്കിവിടെ റിട്ടൈൻ ചെയ്യാൻ പറ്റും, ഏറ്റവും ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ധനം ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന, ചിന്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഞാനിതിനെ കാണുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പൊതുജന അഭിപ്രായം നമ്മുടെ സമൂഹത്തിൽ വളരെ ഗുണം ചെയ്യും. ചങ്ങനാശ്ശേരിക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലെ പഴയ പ്രതാപത്തിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള പരിശ്രമം തീവ്രമായി ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയിലെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വിദ്യാഭ്യാസ കേന്ദ്രീകൃതമായ ഒരു പട്ടണമായി ചങ്ങനാശ്ശേരി വളർന്നിട്ടുണ്ട്. അതിനുള്ള മറ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. ഒരു കെട്ടിടത്തിൻ്റെ ഒരു നില നമ്മൾ പണിതാൽ അതിന് മുകളിലേക്കുള്ള നിലയ്ക്കുമുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡെവലപ്മെൻറ്റിനും അങ്ങനെ സാധ്യതകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചങ്ങനാശ്ശേരിയിലുണ്ട്. അതിനേക്കാൾ മുമ്പോട്ട് പോകാൻ പറ്റണം. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ, കൂടുതൽ സമഗ്രമായി മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കാൻ അതൊക്കെ നോക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ തന്നെ ഒരു കൺവെൻഷണൽ സിസ്റ്റം അല്ല. കൺവെൻഷണൽ സിസ്റ്റമാണെന്ന് ഒരിക്കൽ നമ്മുടെ വിദ്യാഭ്യാസം 1ാം ക്ലാസ്സിൽ ചേർന്നാൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഇങ്ങനെ പ്ലസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചില സമയങ്ങളിൽ നമുക്ക് 99.99% വിജയം എന്ന് വെറുതെ പത്രത്തിൽ കൊടുക്കും. പക്ഷേ കുട്ടികൾക്ക് അത്രയും വലിയ ഇതുണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മൾ ഊതിപ്പരിപ്പിച്ചതല്ല, അവരുടെ വ്യക്തിവികാസം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള നല്ല രൂപത്തിലുള്ള സമീപനം ഉണ്ടാകണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാനൊരു മാധ്യമത്തിൽ വായിച്ചു, അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആ അഫിലിയേറ്റഡ് കോളേജ് എന്നുള്ളത് മാറി വ്യക്തിത്വം വികസിപ്പിക്കത്തക്ക വിധത്തിൽ സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണം. എന്താ വ്യക്തിത്വ വികസനം? ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്താൻ പറ്റുന്ന മാർഗമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഫാക്കൽറ്റി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഫാക്കൽറ്റിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അവർക്ക് ആവശ്യമായ രൂപത്തിലുള്ള അപ്ഡേഷൻ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി നേരിടാൻ കഴിയത്തക്ക വിധത്തിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് എന്തായി നമ്മുടെ തലമുറകൾ താഴോട്ട് പോവുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് വിദേശത്തൊന്നും പഠിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. ഇപ്പം ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കെട്ടിടമില്ലാത്തത് കൊണ്ടാണോ, ഫാക്കൽറ്റി ഇല്ലാത്തത് കൊണ്ടാണോ, നമ്മളുടെ കോളേജുകൾ അതിൻ്റെ ജനറൽ ഡിസിപ്ലിൻ മറ്റ് പലയിടത്തും ഉള്ളതിനേക്കാൾ മെച്ചമാണല്ലോ. ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ കുട്ടികൾ എങ്ങനെയെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ സ്ഥലം വിടണമെന്നുള്ള തോന്നലിലാണ്. 17 വയസ്സ് എന്ന് പറഞ്ഞാൽ +2, അതാണ് ഒരു ടേണിംഗ് പോയിൻ്റ്. ആ +2 കഴിയുമ്പോൾ പലയിടത്തായിട്ട് ഇവിടെ അവർ പല വഴിക്ക് അവർ പോവുകയാണ്. മെഡിസിനാകാം, എൻജിനീയറിംഗ് ആകാം, പാരാമെഡിക്കൽ കോഴ്സാകാം, പലതാകാം. ഇതെന്തിനാണ്? ഇതവർക്കൊരു ജോലി സമ്പാദനത്തിന് വേണ്ടിയാണ്. അപ്പം ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പറ്റത്തക്ക വിധത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ ഘടനയെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയണം. പഠിക്കുന്നതും നമ്മൾക്ക് അറിയേണ്ടതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അത് രണ്ട് വഴിക്കാണ് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ ചിന്ത വേണം. ഈ കാര്യങ്ങളൊക്കെ നല്ല പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ നമ്മളുടെ ഈ പട്ടണത്തിലുള്ളതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളുടെ അഭിനന്ദനായ പിതാവടക്കം എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. നിങ്ങളുടെ ഈ ചർച്ച ഈ പൊതുകാര്യങ്ങളിൽ
വളരെ ഗുണം ചെയ്യും എന്ന് നന്നായിട്ട് എനിക്കറിയാം. അതുണ്ടാവട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നതിൻ്റെ ഗുണഭോക്താവ് MLA തന്നെയാണ്. അതുകൊണ്ട് അത് വേണ്ട വിധം വിനിയോഗിച്ച് ആളുകളുടെ ഒപ്പീനിയനൊക്കെ നന്നായി കേട്ട് നമുക്കെങ്ങനെ പ്രാക്ടിക്കലായി ഇവിടെ ഫിറ്റിംഗ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ വന്നത് ഇത്തിരി താമസിച്ചു പോയി, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം വന്നത് താമസിച്ചല്ലേ. ദീർഘിപ്പിച്ച് പ്രസംഗിച്ചാൽ എനിക്ക് നാളെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടക്കേണ്ടതല്ല, എൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകം നേരുന്നു. പിന്നെ അവനെ ഞാൻ ഇരുത്തി വിഷമിപ്പിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. നാലാമത്തെ പേപ്പർ അവതരിപ്പിക്കുന്നത് മിസ്റ്റർ ടിൻസു മാത്യു, മാനേജിംഗ് ഡയറക്ടർ എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അദ്ദേഹം ചങ്ങനാശ്ശേരിയുടെ വ്യവസായ സാധ്യതകളും മുന്നേറ്റവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള അവതരണമാണ് നടത്തുന്നത്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നതുപോലെ ഒരു 9 വർഷം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥാപനം എൽസോൾ എന്ന സ്ഥാപനം തുടങ്ങി. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇന്ന് കേരളത്തിലെ സോളാറിൽ നമ്മൾ നമ്പർ 1ഉം ഇന്ത്യയിൽ 10th പൊസിഷനും ആയിരിക്കുന്നു. നമ്മളൊരു 4 ബിസിനസ് വെർട്ടിക്കൽസ് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഇൻസൈറ്റ്സ് ആണ് ഇവിടെ ചങ്ങനാശ്ശേരിയിലെ ബിസിനസ്സിനായിട്ട് കാഴ്ചവെക്കുന്നത്. ഒന്നാമത് നമ്മൾ ബേസിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അതായത് സ്കൂൾ, കോളേജ്, സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പുകൾ എന്നുള്ള ഒരു ഇതാണ്. അതായത് നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ വിദേശത്തേക്ക് ജോലിക്കും പഠനത്തിനും ഒക്കെ ആയിട്ട് പോകുന്നു, പിന്നെ അവർ തിരിച്ചു വരുന്നില്ല, അവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവരുടെ പഠനകാലത്ത് തന്നെ അവർക്ക് ബിസിനസ് സാധ്യതകൾ തുറന്നു കൊടുക്കുകയും ബിസിനസ് തുടങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്താൽ ഇവിടെ കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ അതുതന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. വൺസ് അവിടെ ചെന്നു അവിടുത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ കൾച്ചറും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പേരൻസിനെ നോക്കാനൊന്നും വരാൻ പലർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ടുള്ള വേദികൾ സ്കൂളുകളിലും കോളേജുകളിലും തന്നെ ഒരുക്കണം. രണ്ടാമത് ബിസിനസ് ഗ്രൂപ്പുകൾ. നമുക്കറിയാം പല ബിസിനസ് ഗ്രൂപ്പുകൾ, JCI, റോട്ടറി, റൗണ്ട് ടേബിൾ, അല്ലെങ്കിൽ BNI തുടങ്ങിയ പല ബിസിനസ് ഗ്രൂപ്പുകൾ ഇന്ന് നിലവിലുണ്ട്. എങ്കിലും അതിൻ്റെയൊക്കെ ഒരു സംയോജനമായിട്ട് എല്ലാത്തിൽ നിന്നും എടുക്കാവുന്ന നല്ല മെത്തേഡ്സ് ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം പങ്കുവയ്ക്കാനും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടായ്മ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. അടുത്തത് ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒത്തിരി സാധ്യതകൾ നമുക്കറിയാം. നമ്മുടെ AVS നിറപറയും ഒക്കെ പോലെ ചങ്ങനാശ്ശേരിയോട് ചേർന്ന് ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഉണ്ട്. അതുപോലുള്ള ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്തും മാക്സിമം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സാധ്യതയാണ് ചങ്ങനാശ്ശേരിയിലുള്ളത്. നാലാമതായിട്ട് വിമൺ എൻ്റർപ്രണർ ക്ലസ്റ്ററുകൾ, അതായത് സ്ത്രീകൾക്കുള്ള ബിസിനസ് സാധ്യതകൾ ഡെവലപ്പ് ചെയ്യണം. അവർക്കായിട്ടുള്ള ക്ലസ്റ്റേഴ്സും സപ്പോർട്ട്സും രൂപീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് ചെയ്യാവുന്ന ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള സ്വയം തൊഴിൽ പ്രസ്ഥാനങ്ങൾ, അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളും അതിന് പഞ്ചായത്ത് തലത്തിൽ ക്ലസ്റ്റേഴ്സും രൂപീകരിച്ച് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് കോൺസ്റ്റിറ്റ്യുവൻസി ബിസിനസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. അതായത് പലർക്കും ബിസിനസ്സിലെ പല സാധ്യതകൾ അറിയില്ല എന്നുള്ളതാണ്. ചിലപ്പം തുടങ്ങാനുള്ള ചലഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടിയുള്ള ഫണ്ട്. ഇന്ന് 20 ലക്ഷം രൂപ വരെ മുദ്ര ലോണ് അവൈലബിൾ ആണ്. 10 കോടി രൂപ വരെ കൊളാട്രൽ ഫ്രീ ആയിട്ട് CGTMSE സ്കീമിൽ ലോൺസ് അവൈലബിൾ ആണ്. 100 കോടി വരെ മാനുഫാക്ചറിങ് ആണെങ്കിൽ കൊളാട്രൽ ഫ്രീ ലോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ
ഈവൻ നമ്മളൊക്കെ അതിൽ ചിലത് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ KFC ത്രൂ 5% ഇൻട്രസ്റ്റിൽ ലോൺ ഓപ്ഷൻസ് ഉണ്ട്, മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾക്കുള്ള സെപ്പറേറ്റ് ഫണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ ഫണ്ട് സാധ്യതകൾ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഉള്ള ചലഞ്ചസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും വേണ്ടി ഉള്ളൊരു സെല്ലും ഗൈഡൻസും കൊടുക്കുക എന്നാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. മറ്റൊന്നുള്ളത് ലോക്കൽ ബിസിനസ് എക്സ്പോകൾ, നമുക്ക് ഓണം, ക്രിസ്മസ് അത്തരം സാഹചര്യങ്ങളോടുമൊക്കെ അനുബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകൾക്ക് അവരുടെ പ്രോഡക്ട്സും സർവീസസും പരിചയപ്പെടുത്താനും നമ്മുടെ നാട്ടുകാർക്ക് വന്ന് കണ്ട് ബോധ്യപ്പെട്ട്, ഇപ്പോഴും നമുക്കറിയാം ഒരു വീട് പണിയാൻ നേരം ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സർവീസ്, ഒരു CCTV ആയിക്കോട്ടെ, അത്തരത്തിലുള്ള പല റിക്വയർമെൻറ്റുകളും സർവീസുകളും എറണാകുളത്തുനിന്നോ തിരുവനന്തപുരത്തുനിന്നോ ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. ഇവിടെ തന്നെയുള്ള ഇൻഹൗസ് റിക്വയർമെൻറ്റുകൾ പരസ്പരം മനസ്സിലാക്കാനുള്ള എക്സിബിഷൻസും മറ്റും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ്. അടുത്തതായിട്ട് ഒരു IT ഡിജിറ്റൽ വർക്ക് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് IT ജോബുകൾ തിരുവനന്തപുരത്തോ എറണാകുളത്തോ പോയാലേ കിട്ടുള്ളൂ എന്നൊരു ചിന്ത നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഇത്രയും കോളേജസും സ്കൂൾസും ഒക്കെ ഉള്ളതുകൊണ്ട്, എസ്പെഷ്യലി കോളേജുകൾ പലയിടത്തും ഉച്ചയ്ക്ക് ശേഷം ഇപ്പം ഫ്രീ ടൈം ഉണ്ട്. ആ ഒരു ഇതും കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നുള്ളത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഇപ്പം ചങ്ങനാശ്ശേരി, വെരൂരൊക്കെയുള്ള എസ്റ്റേറ്റ് ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റുകൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ബിസിനസ് ഓണേഴ്സ് റെക്കഗ്നിഷൻസ് പ്രോഗ്രാംസ്. നമ്മൾ ന്യൂ ഇയർ ബോണാനോ പ്രോഗ്രാം പോലൊക്കെയുള്ള ഇവൻറ്റുകളിൽ ബിസിനസ് ഓണേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ജോബ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം. ബിസിനസ്സുകാരെ എപ്പോൾ എവിടെ കണ്ടാലും എല്ലാവരും പറയാറുള്ള പ്രധാന പ്രശ്നമാണ് നല്ല ജോലിക്കാരെ കിട്ടാനില്ലെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജോലിക്കുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാനും അവർക്ക് പ്ലേസ്മെൻറ്റിന് കോളേജുകളുമായിട്ട് സഹകരിച്ചുള്ള അവസരങ്ങളും എടുക്കുക എന്നുള്ളതാണ്. അടുത്തത് ഫ്രാഞ്ചൈസി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകൾ. നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. ബിസിനസ്സുകാർക്ക് പണം ഉണ്ടാക്കാൻ ഒരു വഴി മാത്രമേ നമുക്ക് മലയാളികൾക്ക് അറിയത്തുള്ളൂ, പ്രോഫിറ്റ്. എന്നാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്നുള്ള ഒരു മെത്തേഡിലൂടെ യൂസ് ചെയ്തും ഫ്രാഞ്ചൈസി എക്സ്പാൻഷനിലൂടെയൊക്കെ ഫണ്ട് കണ്ടെത്താനുള്ള സാധ്യതകൾ എടുക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് ടൂറിസം ആൻഡ് ലോക്കൽ എക്സ്പീരിയൻസ് ബിസിനസ്. അത് ഓൾറെഡി അലൻ്റെ പ്രസൻറ്റേഷനിൽ അതിൻ്റെ സാധ്യതകൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നമ്മൾ 5ാമത്തെ പ്രസന്റേഷനിലേക്ക് കിടക്കുകയാണ്. ചങ്ങനാശ്ശേരിയുടെ ഗതാഗത മുൻഗണനകൾ. അതിനു മുൻപായി ടിൻസോനോടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. ഈ പേപ്പർ പ്രസന്റ് ചെയ്യുന്നത് മിസ്റ്റർ ജേക്ക് ജോസഫ്, ചീഫ് എഞ്ചിനീയർ PWD റിട്ടയർഡ് എഞ്ചിനീയറാണ്. ചങ്ങനാശ്ശേരിയുടെ ഗതാഗത സാധ്യതകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ചങ്ങനാശ്ശേരിയുടെ ജിയോഗ്രഫിക്കൽ പരിമിതികൾ, ചുറ്റുപാടും വയലുകളും ചതുപ്രദേശങ്ങളുള്ള ചങ്ങനാശ്ശേരിയിലെ ജിയോഗ്രഫിക്കൽ പരിമിതികൾ കൊണ്ട് തന്നെ നമ്മുടെ ആവശ്യമുള്ള റോഡ് നെറ്റ്വർക്ക്സ് നമുക്കില്ല. പിന്നെ ചങ്ങനാശ്ശേരിയിൽ പ്രധാനമായിട്ടുള്ള വരുന്ന റോഡുകൾ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് വരുന്ന MC റോഡ്, ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ചങ്ങനാശ്ശേരി വാഴൂർ റോഡ്, പെരുന്ന ആലപ്പുഴ AC റോഡ്, ഇതാണ് പ്രധാന 3 റോഡുകൾ. പിന്നെ ഉള്ളത് നമ്മുടെ ബൈപ്പാസ് ഉണ്ട്. പെരുന്തുരുത്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തെങ്ങണ വഴി പുതുപ്പള്ളി വഴി പോകുന്ന കമ്പൈൻഡ് ബൈപ്പാസ്. ഇതൊക്കെയാണ് നമ്മുടെ ട്രാഫിക് കൈകാര്യം ചെയ്യുന്ന പ്രധാന റോഡുകൾ. ഇപ്പോൾ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് തിരക്ക് വരുന്നൊരു പോയിൻ്റാണ് ബൈപ്പാസും ചങ്ങനാശ്ശേരി വാഴൂർ റോഡും തമ്മിൽ ജോയിൻ ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ. അവിടെ ഇപ്പോൾ ഒരു ഫ്ലൈ ഓവർ സ്ഥലമെടുപ്പ് പൂർത്തിയായി ടെൻഡർ ചെയ്ത് അവർക്ക് വർക്ക് അവാർഡ് ചെയ്തു. ഉരാലിങ്കൽ സൊസൈറ്റിയാണ് അതിൻ്റെ കോൺട്രാക്ടർ. ഇതിപ്പോൾ അവരുടെ ഡിസൈൻ പീരീഡാണ്. 3 മാസത്തെ ഡിസൈൻ പീരീഡ് കഴിഞ്ഞാൽ അവരുടെ അവർ ഡിസൈൻ ചെയ്ത് അത് ചെന്നൈ IIT അംഗീകരിച്ച് കഴിഞ്ഞാൽ അവർക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തിരക്കുള്ള ആ പ്രദേശത്തെ ആ വർക്ക് സമയബന്ധിതമായി വലിയ പ്രശ്നങ്ങളൊന്നും കൂടെ എത്രയും പൂർത്തീകരിക്കുകയാണ് ഒരു ഫസ്റ്റ് പ്രിയോറിറ്റി. സെക്കൻഡ് പ്രിയോറിറ്റി നമ്മുടെ സ്വപ്ന പദ്ധതിയായ ചങ്ങനാശ്ശേരി പടിഞ്ഞാറൻ ബൈപ്പാസാണ്. അതിലെ ആ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്. 10 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ഈ പദ്ധതി നമ്മുടെ പുതിയ MLA ശ്രീ വിനു ജോബ് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ഇന്നലത്തെ ബഡ്ജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു നേട്ടമാണ്. വളരെ സ്വീകാര്യമായ സംഗതി. 10 കൊല്ലമായിട്ട് ഇത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഈ വാഴപ്പള്ളിച്ചിറയിൽ നിന്ന് ആരംഭിച്ച് ജെട്ടിയുടെ പടിഞ്ഞാറ് വശത്തുകൂടി വന്ന് AC റോഡും AC തോടും ക്രോസ് ചെയ്ത് ളായിക്കാടിന് തെക്കുവശത്ത് പത്തനംതിട്ട ജില്ലയുടെ ബൗണ്ടറിക്കുള്ളിലാണ് അതുകൊണ്ട് കയറുന്നത്. ഒരു 8.2 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് 2012 ഈ റോഡിന് 57 കോടി രൂപയുടെ CF സാറിൻ്റെ താല്പര്യപ്രകാരം അന്ന്
മാണി സാറ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് 57 കോടി രൂപയുടെ ഒരു ഭരണാനുമതി ലഭിച്ചു. തുടർന്ന് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികളൊക്കെ ടെൻഡർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടന്നു, ബൗണ്ടറി സ്റ്റോൺസ് പ്ലാന്റ് ചെയ്തു, സർവേ നടപടികൾ ആരംഭിച്ചു. പക്ഷേ ഈ തണ്ണീർത്തടത്തിൽ കൂടെ കടന്നു പോകുന്ന റോഡായ കാരണം കാർഷികോൽപാദന കമ്മീഷന് അനുമതി വേണ്ടിയിരുന്നു. അന്ന് 2015 PWD അതിന് നടപടികളെടുത്തെങ്കിലും അത് മുന്നോട്ട് പോകില്ല, അനുമതി കിട്ടാതെ. അങ്ങനെ 2015 മുതൽ 10 വർഷമായിട്ട് ആ പദ്ധതി സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. ഏതായാലും MLAയുടെ ശ്രമപരമായിട്ട് അതിന് ഒരു ശുഭോദയമായ ഒരു തുടക്കം ഉണ്ടായതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ അടുത്ത പോയിൻ്റ് മെയിനായിട്ടുള്ളത്, നമുക്ക് MC റോഡിൽ ഇവിടെ പെരുന്തുരുത്തിയിൽ നിന്ന് ആരംഭിച്ച് തെങ്ങണ, പുതുപ്പള്ളി, മണർകാട്, ഏറ്റുമാനൂർ, പട്ടിത്താനം അത്രയും ദൂരെ ചെല്ലുന്ന അങ്ങനെ പോകുന്ന ഈ കമ്പൈൻഡ് ബൈപ്പാസാണ്. അപ്പം തിരുവനന്തപുരം ഡയറക്ഷനിൽ വരുന്നൊരു വണ്ടിക്ക് ചങ്ങനാശ്ശേരി ടൗണ്, ചിങ്ങവനം ടൗണ്, കോട്ടയം, ഏറ്റുമാനൂർ ഇതെല്ലാം ഈ ക്ലസ്റ്റേഴ്സ് എല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി ഡയറക്റ്റ് ഇതിലേ പോകാം. അപ്പോൾ ഇതിനകത്ത് പക്ഷേ ഈ റോഡിൽ അധികം വണ്ടികൾ ഇത് ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. പെരുന്തുരുത്തി എന്നുള്ള തുടക്കത്തിലെ 400 മീറ്റർ നീളം പത്തനംതിട്ട ജില്ലയുടെ ബൗണ്ടറി വരുന്നതാണ്. അത് അല്പം വളഞ്ഞ് പൊളഞ്ഞ് വീതി കുറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോഴത്തെ ഡോട്ടർ ലൈൻസ് കാണാം, അവിടെ ഇങ്ങനൊരു അലൈൻമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അരമന ഹോട്ടലിൻ്റെ സൈഡിലെ ഗ്യാപ്പിൽ വന്ന് കയറുന്ന ഒരു അലൈൻമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അലൈൻമെൻറ്റ് അപ്രൂവലും പുനർ നടപടികളൊന്നും ആയിട്ടില്ല. നമ്മുടെ MLAക്ക് തിരുവല്ല MLA ആയിട്ട് സഹകരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. തുടർന്ന് വരുന്നത് കോട്ടയം ജില്ലയുടെ ബൗണ്ടറിയാണ്. അവിടെ ഒരു വളരെ നാരോ ആയിട്ടുള്ള ബ്രിഡ്ജുണ്ട്. തുടർന്ന് 100 മീറ്റർ കഴിഞ്ഞ് റെയിൽവേ ഓവർബ്രിഡ്ജുണ്ട്. ഓവർബ്രിഡ്ജല്ല, റെയിൽവേ ക്രോസ് ഉണ്ട്. ഇവിടെ ഒരു ഓവർബ്രിഡ്ജ് നിർമ്മിക്കാനായിട്ട് RBDCക്ക് നടപടിയെടുത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനായിട്ട് ലാൻഡ് അക്വിസിഷൻ പൂർത്തിയായി. അതിൻ്റെ ഫണ്ട് കണ്ടെത്തി അതിന് ആ പദ്ധതികൾ പൂർത്തീകരിച്ചത് എത്രയും വേഗം ഈ റോഡ് വളരെ പ്രവർത്തന സജ്ജമാകും. പറഞ്ഞിട്ട് തെങ്ങണയിൽ ചെറിയൊരു ട്രാഫിക് ബ്ലോക്കിനുള്ള സ്കോപ്പുണ്ട്. അവിടെ നാരോ ആണ്. അവിടുത്തെ എനിക്കൊന്ന് റോഡ് ഫണ്ട് ബോർഡ് ഇപ്പം അതിന് ലാൻഡ് അക്വിസിഷനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒന്ന് സ്പീഡപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പ്രസ്ഥാനം കൂടെ ശരിയായി കഴിഞ്ഞാൽ എത്രയും വേഗം ഈ റോഡ് ഒത്തിരി വണ്ടികൾ ചങ്ങനാശ്ശേരിയിൽ കയറാതെ പൊക്കോളും. പിന്നെ അടുത്തത് ജലഗതാഗതത്തെ പറ്റിയാണ്. ചങ്ങനാശ്ശേരിയിലെ പ്രധാന ജലഗതാഗത പോയിന്റ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് നിന്ന് കിടങ്ങറായിക്കുള്ള തോടാണ്. അപ്പം അവിടുന്ന് യാത്രാ ബോട്ടുകളും മാർക്കറ്റിൽ നിന്നുള്ള കമ്മോഡിറ്റീസും ഇത് രണ്ടും ഇതിലെ വരുമ്പോൾ കിടങ്ങറായിൽ എത്തുമ്പം ഉയരം കുറഞ്ഞ ഒരു ടിൻ കവേർഡ്സ് KC പാലം എന്നറിയപ്പെടുന്ന. അപ്പം അതിലെ വലിയ ബോട്ടുകൾ പോകത്തില്ല, ഹൗസ് ബോട്ട് പോകത്തില്ല. മാത്രമല്ല ആ കനാല് നാഷണൽ വാട്ടർവേ പെടുന്നതാണ്. നാഷണൽ വാട്ടർവേക്ക് 45 മീറ്റേഴ്സ് വീതിയുള്ള പാലങ്ങൾ വേണമെന്നുള്ളതാണ്. അപ്പോൾ 45 മീറ്ററുടെ വീതിയിൽ പാലം നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് PWD ഉണ്ടാക്കി. അതിൻ്റെ ലാൻഡ് അക്വിസിഷനും പൂർത്തിയായി. എന്നിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഗവൺമെൻറ്റിൽ പോയി കിടക്കാൻ കുറച്ച് കാലമായി. അതിന് പുനർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ബഹുമാനപ്പെട്ട MLAയുമായിട്ട് ഈ കാര്യം അദ്ദേഹം നേരത്തെ എന്നോട് അന്വേഷിച്ചതാണ്. അപ്പം അത് ഗവൺമെൻറ്റിൽ പ്രസ് ചെയ്ത് അതിന് ടെൻഡർ ചെയ്യാനുള്ള നടപടി ഉണ്ടാക്കിയാൽ ചങ്ങനാശ്ശേരിയുടെ ഗതാഗത സാധ്യതകൾക്കൊക്കെ വലിയ മുന്നോക്കം ഉണ്ടാകും. മാത്രമല്ല ഹൗസ് ബോട്ടുകൾക്ക് ജെട്ടി ഭാഗത്തുനിന്ന് കുട്ടനാടൻ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്തൊക്കെ കുട്ടനാട്ടിൽ രക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതെ അവിടെ ഇറക്കി ചെറിയ വള്ളങ്ങളിൽ ജെട്ടിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം ആ പാലം നിർമ്മാണത്തോടെ ഒഴിവാകും. ഈ 3 പോയിൻറ്റ്സാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ജെട്ടിയുടെ അവിടുന്ന് ടുവേഴ്സ് കോട്ടയത്തിന് പോകുന്നൊരു കനാലുണ്ട്. അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതായത് ചെറിയ ബോട്ടുകളിൽ അല്ലെങ്കിൽ വലിയ ബോട്ടുകളിൽ തന്നെ എറണാകുളത്തും വരെ വേമ്പനാട് കായൽ വരെ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. കമ്മോഡിറ്റീസ് ട്രെയിനിൽ അല്ലാതെ വരാൻ പറ്റും, അല്ല റോഡിൽ കൂടെ അല്ലാതെ മൂവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന മെയിൻ പോയിന്റ്സ്. അവസാനത്തെ അവതരണമാണ് ചങ്ങനാശ്ശേരിയുടെ കൃഷി ആരോഗ്യ മേഖലകളെക്കുറിച്ച് പ്രൊഫസർ ജോസഫ് ടിറ്റോ നേര്യംപറമ്പിൽ, റിട്ടയർഡ് വൈസ് പ്രിൻസിപ്പൽ ആൻഡ് HOD SB കോളേജ് ചങ്ങനാശ്ശേരി. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, കൃഷിയിൽ ഞാനൊരു പോയിന്റിൽ മാത്രം ഒതുക്കുകയാണ്. പ്രകൃതി കൃഷിയും പ്രകൃതി ജീവനവും. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ 100% പ്രകൃതി കൃഷി അവലംബിപ്പിക്കാനും പ്രകൃതി ജീവനിലേക്ക് ആനയിക്കുവാനും സഹായകരമാകുന്ന ചില നിർദ്ദേശങ്ങൾ ഇവിടെ അറിയിച്ചു കൊള്ളട്ടെ. ആമുഖം: ജനസംഖ്യാ വർധനവ് കാർഷിക വിളകളുടെ ഉൽപ്പാദനം ഒരാവശ്യമാക്കി മാറ്റി.
ഇതിനുവേണ്ടി ആരംഭിച്ച ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി നമ്മുടെ പൂർവികന്മാർ അവലംബിച്ചിരുന്ന ജൈവകൃഷിയുടെ സ്ഥാനത്ത് രാസകൃഷിയിലേക്കുള്ള ചൂടുമാറ്റത്തിനും അത് കാരണമായി. ഈ മാറ്റം രാസകീടനാശിനികളുടെ ഉപയോഗത്തിലേക്ക് എത്തിച്ചു. ഫലമോ വിഷലിപ്തമല്ലാത്ത ഒരു ഭക്ഷ്യവസ്തുവും ലഭ്യമല്ല എന്ന സാഹചര്യത്തിലേക്ക് എത്തി. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ സമൂഹത്തെ കാർന്നു തിന്നുവാൻ തുടങ്ങി. ഇതിനു പുറമെ നാം അവലംബിച്ച രാസകൃഷി പ്രകൃതിയുടെ മേൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായി. ഏറ്റവും അടുത്ത കാലത്ത് നടന്ന ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് വ്യവസായങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കാൾ കൂടുതൽ ആഘാതം രാസകൃഷി പ്രകൃതിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. നിലവിലിരിക്കുന്ന ഈ സാഹചര്യങ്ങൾക്കുള്ള ഒറ്റ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് രാസകൃഷിയിൽ നിന്നും പത്മശ്രീ ഡോക്ടർ സുഭാഷ് പലേക്കർജി ആവിഷ്കരിച്ച സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് വിളിപ്പേരുള്ള പ്രകൃതി കൃഷിയിലേക്കുള്ള ഒരു ചൂടുമാറ്റം മാത്രമാണ്. ദീർഘമായ ഒരു വിശകലനത്തിന് സമയമില്ലാത്തതുകൊണ്ട് പ്രകൃതി കൃഷിയിലേക്കുള്ള മാറ്റം ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കുവാൻ സഹായകരമാക്കാമെന്ന് വിചാരിക്കുന്ന ചില ആശയങ്ങൾ ചുരുക്കമായി അവതരിപ്പിക്കുന്നു. ആദ്യമായി ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ഒരു കാർഷിക നയമായി പ്രകൃതി കൃഷി പ്രഖ്യാപിക്കപ്പെടണം. അതിനു മുൻപായി 3 കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കുന്നു. ശ്രീലങ്കയിൽ പ്രകൃതി കൃഷി നടത്തിയപ്പോൾ അതൊരു പരാജയമായിരുന്നു എന്ന് പറയാറുണ്ട്. അതിന് കാരണം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിന് പകരമായി ഒറ്റയടിക്ക് അത് നടപ്പാക്കി എന്നതാണ്. കൂടാതെ ടൂറിസം പ്രധാന വരുമാന മാർഗമായിരുന്ന ശ്രീലങ്കയ്ക്ക് കോവിഡ് അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയും ഒരു കാരണമായി മാറി. പരിഹാരമായി ഘട്ടം ഘട്ടമായി ഒരു മാറ്റം വേണം നാം അനുവർത്തിക്കുവാനായിട്ട്. കേന്ദ്ര സർക്കാർ നാഷണൽ മിഷൻ ഓഫ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ തുകയും ബഡ്ജറ്റിൽ ചേർത്തിട്ടുണ്ട്. കേരള സർക്കാരും കൃഷി വകുപ്പിലൂടെ ഈ പദ്ധതി നടപ്പാക്കുവാൻ പദ്ധതിയിടുന്നുണ്ട്. ആന്ധ്ര സംസ്ഥാനം 2015 മുതൽ പ്രകൃതി കൃഷി ആരംഭിച്ചു. 2015 പ്രകൃതി കൃഷി ആരംഭിച്ചപ്പോൾ 704 വില്ലേജുകളിൽ നിന്നും 40,656 പ്രകൃതി കൃഷി അവലംബിച്ച കർഷകരെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിച്ചു. 2025 ആയപ്പോഴേക്കും ഈ സംഖ്യ 12 ലക്ഷമായി ഉയർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2030 ആന്ധ്ര സംസ്ഥാനത്തെ മുഴുവനായും ഒരു പ്രകൃതി കൃഷി സംസ്ഥാനമായി മാറ്റുവാനുള്ള നടപടികൾ അവർ തുടരുന്നു. അവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുകയുണ്ടായി. അവരെ പ്രത്യേകമായി അംഗീകരിക്കുകയും അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശയാവതരണം തുടർന്ന് വരുന്ന 5 വർഷങ്ങളിലൂടെ നടപ്പാക്കാവുന്നൊരു പദ്ധതി അവതരിപ്പിച്ചുകൊള്ളട്ടെ. 1-ാം വർഷം 10-15ഓളം പേർ അടങ്ങുന്ന ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുക. 50 പേരുടെ ഒരു നിർവാഹക സമിതിയും രൂപീകരിക്കുക. തുടർന്ന് വരുന്ന 3 മാസം ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലാതിർത്തിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികൾക്കും വേണ്ടി 5 ദിവസം ദീർഘിക്കുന്ന 2-3 പഠന ശിബിരങ്ങൾ സംഘടിപ്പിക്കുക. തുടർന്ന് വരുന്ന 6 മാസങ്ങളിൽ ഒരു പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 20 പേർ വീതം അടങ്ങുന്ന 100 പേരുടെ ഒരു ടീച്ചിങ് ടീമിന് രൂപം നൽകുക. അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുക. ഓരോ വാർഡിൽ നിന്നും 50 പേരെ വീതം തിരഞ്ഞെടുത്ത് ആ ഉദ്ദേശം 1000 പേരെ കർഷകരെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി പരിശീലന പരിപാടികൾ ഉൾപ്പെടുന്ന പഠന ശിബിരങ്ങൾ നടത്തുക. അവരുടെ കൃഷിയിടങ്ങളിൽ പ്രകൃതി കൃഷി ആരംഭിക്കുക. അവർക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുക. ആവശ്യമായ വളം അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തിലും മുനിസിപ്പൽ ഏരിയയിലും നാടൻ പശുക്കൾക്ക് വേണ്ടി ഓരോ ഫാമുകൾ ആരംഭിക്കുക. ഫാം നടത്തുന്നവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുക. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണന സാധ്യത ഉറപ്പുവരുത്തുക. പ്രകൃതി കൃഷി അവലംബിച്ച കർഷകർക്ക് പ്രകൃതി കൃഷി സർട്ടിഫിക്കറ്റുകൾ നൽകുക. 2-ാം വർഷം കൂടുതൽ ടീച്ചിങ് ടീം അംഗങ്ങളെ കണ്ടെത്തി പരിശീലനം നൽകുക. ഓരോ വർഷവും ഓരോ വാർഡിൽ നിന്നും 200 പേരെ വീതം തിരഞ്ഞെടുത്ത് അവർക്ക് പ്രകൃതി കൃഷി പ്രകൃതി ജീവന പരിശീലനം നൽകുക. നാടൻ പശു ഫാമുകളിലെ പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ പുതിയതായി പശു ഫാമുകൾ ആരംഭിക്കുകയോ ചെയ്യുക. വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകൾ വർദ്ധിപ്പിക്കുക. പ്രകൃതി കൃഷി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക. 3, 4, 5 വർഷങ്ങളിൽ 2-ാം വർഷ പ്ലാൻ തുടരുക. 5-ാം വർഷ അവസാനത്തോടുകൂടി 1,50,000 പേരെയെങ്കിലും പ്രതികൃഷി ചെയ്യുന്നവരാക്കി രൂപപ്പെടുത്തുക. ഇതിനോടെല്ലാം ഒപ്പം ചെയ്യേണ്ടതാണ്
സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പരിശീലന പരിപാടികളും മോഡൽ നാച്ചുറൽ ഫാമുകളും ക്രമീകരിക്കണം. ചങ്ങനാശ്ശേരിയുടെ വികസനത്തിനുതകുന്ന അനേകം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. ഇവയെല്ലാം സാധ്യമായി കഴിയുമ്പോൾ അത് അനുഭവിക്കുവാൻ ആരോഗ്യമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. അവർക്ക് അധിവസിക്കുവാൻ പച്ചപ്പുള്ള ഒരു പ്രദേശമുണ്ടാവണം. ഇത് സാധ്യമാകണമെങ്കിൽ നാം അടിയന്തിരമായി പ്രകൃതി കൃഷിയിലേക്കും പ്രകൃതി ജീവനിലേക്കും മാറണം. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, സാറ് 10 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷം. നമ്മുടെ നിയമസഭാ സ്പീക്കർ ഇവിടെ പറയുകയുണ്ടായി, ചങ്ങനാശ്ശേരിയുടെ വികസന കാര്യങ്ങളിൽ ഇന്ന് നടത്തുന്ന ചർച്ചയ്ക്ക് ഏറ്റവും പ്രയോജനം കിട്ടുന്നത് MLAക്കാണ്. സത്യമായ കാര്യമാണ്. ഞാൻ ഇവിടെ ഓരോ പ്രബന്ധവും അവതരിപ്പിച്ച അല്ലെങ്കിൽ ഓരോ സാധ്യതകളും പറഞ്ഞ അതിൽ പലരുമായിട്ട് ഞാൻ ഇതിന് മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ വിഷയത്തെപ്പറ്റിയും. ഇപ്പം നമ്മുടെ മിസ്റ്റർ അലൻ ജോസഫ് ടൂറിസത്തെ പറ്റി ഇവിടെ പറയുകയുണ്ടായി. ചങ്ങനാശ്ശേരിക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല ടൂറിസം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, കേരളത്തിൽ ബാക്ക് വാട്ടേഴ്സ്, ഹൈ റേഞ്ച്, ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു പട്ടണം, അങ്ങനെ വേറൊരു പട്ടണമുള്ള ഒരു സാൻഡ്വിച്ച് പരുവത്തിലാണ് ചങ്ങനാശ്ശേരി. ഇത്ര മനോഹരമായ ഒരു പ്രദേശം ചങ്ങനാശ്ശേരി ജോഗ്രഫിക്കലി. പക്ഷേ എന്തുകൊണ്ടോ അതിന് വേണ്ടുന്ന രീതി ചങ്ങനാശ്ശേരിക്ക് പുരോഗമിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സത്യമുണ്ട്. നിരവധി ടൂറിസം, അത് ഗേറ്റ് വേ ഓഫ് ടൂറിസമാണ് ചങ്ങനാശ്ശേരി. ആ കറക്റ്റ് സ്ഥലമായിരിക്കണമെന്നില്ല ടൂറിസത്തിന് വേണ്ടത്, അതിലൊരു ഗേറ്റ് വേ മതി. നമുക്കറിയാം ഇത്ര മനോഹരമായ മുണ്ടക്കയം മുതൽ അങ്ങോട്ട് പോകുമ്പോൾ ആ പ്രദേശവും തണുപ്പും ആ ഒരു പച്ചപ്പും എല്ലാം ഉള്ള പ്രദേശത്തുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്ക് നമുക്കുണ്ടാകുന്ന ഒരു നൊസ്റ്റാൾജിയ ഫീലിങ്സും അതിന് തൊട്ടടുത്ത് തന്നെയല്ലേ ബാക്ക് വാട്ടേഴ്സും. എത്രയോ മനോഹരമായ ഒരു ഭൂപ്രദേശം നമുക്ക് കിട്ടിയിട്ട്, പക്ഷേ നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ, ഞാൻ ഇപ്പോഴും വിദേശ ടൂറിസ്റ്റ് വേണമെന്ന് ഞാൻ പറയുന്നില്ല, നോട്ട് ഓൺലി ഇൻ ഫോറിൻ ടൂറിസ്റ്റ്, നമുക്ക് ഇവിടെ ലോക്കൽ ടൂറിസ്റ്റുകളെ പോലും നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഞാൻ പറയുകയാണ്, ചങ്ങനാശ്ശേരി പോലും ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ ഈ ടൂറിസം ഒരു പാക്കേജായിട്ട് ബുക്ക് നല്ലവണ്ണം അടിച്ചുകൊണ്ട് നമുക്കിതൊരു ബിസിനസ് ചെയ്യാവുന്നൊരു സാധ്യതയുള്ളതാണ്. നമുക്ക് ഈ സ്ഥലങ്ങൾ മുഴുവൻ തന്നെ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത്, എവിടെയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇഷ്ടംപോലെ ഗൈഡുകൾ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം. വിത്തൗട്ട് ഷോയിങ് ദ പ്രൊഡക്റ്റ് യു ക്യാൻ സെയിൽ ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ മാതിരി ആ ഒരു പ്രൊഡക്റ്റ് കാണിക്കാതെ തന്നെ വേണമെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് സെയിൽ നടത്താൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ്, ഞാൻ ഈ ടൂറിസം ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് നമ്മുടെ ചങ്ങനാശ്ശേരി ടൗണിലെ ബോട്ട് കെട്ടി, നമ്മുടെ പൗരാണിക ഒരു പഴയ ചന്ത, നമുക്കറിയാം വേലുത്തമ്പി തളവയുണ്ടാക്കിയ ആ ചന്ത, അവിടെ ആദ്യം കച്ചവടം നടന്ന ഒരു ആനയാണെന്നാണ് പറയപ്പെടുന്നത്. ആ ചന്തയിലെ ഒരു 5 വിളക്കിൻ്റെ ആ പ്രദേശത്തൊരു സാംസ്കാരിക വേദി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ യഥേഷ്ടം സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ഒരു നല്ല സ്റ്റേജ് ഉണ്ടാക്കിക്കൊണ്ട് ഇവരുടെ നല്ല തനതായ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു വേദി ഉണ്ടാക്കുക. ഈ പറയുന്ന ഹൗസ് ബോട്ട് നമുക്ക് ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ആ KC പാലം അത് താമസിയാതെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ KC പാലം പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു ഹൗസ് ബോട്ട് ചങ്ങനാശ്ശേരി വരിക, വൈകുന്നേരം നമ്മുടെ ഫാമിലീസിനൊക്കെ അവിടെ ആ ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റൊക്കെ നടത്തി അത്ര ഒരു മനോഹരമായ ഒരു കാര്യം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ചങ്ങനാശ്ശേരിയെ പറ്റി അങ്ങനെ വലിയ ആഗ്രഹമാണ്. നേരത്തെ അതുപോലെ അലൻ പറഞ്ഞ മാതിരി ഇവിടെ ക്ഷേത്രങ്ങളും പള്ളികളും കൊട്ടാരങ്ങളുടെയും ഒക്കെ എത്രയോ മനോഹരമായ സാംസ്കാരിക പൈതൃകം വിളിച്ചോടുന്ന സ്ഥലമുണ്ട്. നമുക്കതൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ ടൂറിസം നമുക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ അത് സെയിൽ നടത്താവുന്നതാണ്. ഇതൊക്കെ പിന്നെ തോടുകൾ ഞാൻ ശ്രദ്ധിച്ച് നമ്മുടെ ബോട്ടിയെട്ട് കഴിഞ്ഞ നിരവധി തോടുകൾ, ഗ്രാമീണ തോടുകൾ നിരവധിയുണ്ട്. അതെല്ലാം വൃത്തിയാക്കി പോളമാറ്റി വൃത്തിയാക്കി ചെറിയ ചെറിയ ബോട്ടുകളെ, പെഡൽ ബോട്ടുകളെ, വാട്ടർ സ്കൂട്ടറുകളെ, ആ ആലപ്പി റോഡിന് സമാന്തരം പാരലായിട്ടുള്ള ആ കനാൽ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളില്ല, 3.5 കിലോമീറ്റർ അത് തന്നെയാണുള്ളത്. അവിടെ ഈ പറഞ്ഞ മാതിരി വാട്ടർ സ്കൂട്ടറും അല്ലെങ്കിൽ ചെറിയ പെഡൽ ബോട്ടും ഞാനൊരു പ്രൈവറ്റ് ഏജൻസി എടുത്ത് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ബഡ്ജറ്റിനകത്ത് അതിനും വകയിരുത്തിയിട്ടുണ്ട്, ബോട്ട് കെട്ടിയുടെ കാര്യത്തിനും വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശം തീർച്ചയായിട്ടും ടൂറിസത്തിന് വേണ്ടി നമുക്കങ്ങനെ മാറിക്കിട്ടും അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ.
തീർച്ചയായിട്ടും. പിന്നെ അടുത്തവിടെ സംസാരിച്ച എഡ്യൂക്കേഷനെ പറ്റി നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്റ്റുഡൻസിനെ കൗൺസിലേഴ്സിനെ വെക്കുക എന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ നൈപുണ്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവ് ഒരു തൊഴിലാക്കി മാറ്റുവാനുള്ള ഒരു സാഹചര്യം സ്കൂളുകളിലും കോളേജിലും ഉണ്ടാക്കണം. ഒന്നും ഇവിടെ ഒരു ചെറിയ ടി വി നന്നാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ തൻ്റെ ഒരു മൊബൈൽ നന്നാക്കുന്നത് എങ്ങനെയാണ്, ബൈക്ക് നന്നാക്കുന്നത് എങ്ങനെ, മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവന് തന്നെ ലൈഫിലൊരു കോൺഫിഡൻസ് ആകും. അവൻ്റെ പഠിത്ത സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുക എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം, ഇപ്പോൾ എംകോമിന് പഠിക്കുന്ന ഒരു വ്യക്തി ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് എളുപ്പമായി, അല്ലെങ്കിൽ ബികോമിന് പഠിക്കുന്ന ഒരാൾ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് എളുപ്പമായി. നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാം. ഇവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആൾക്കാർ വരെ ഇപ്പോൾ ബാങ്കിൽ ജോലിക്ക് പോവുകയാണ്. അവർ പഠിച്ച വിഷയം പോലുമല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിനകത്ത് ഈ പറയുന്ന തൊഴിൽ നൈപുണ്യ പരിശീലനം ഏറ്റവും ആവശ്യമാണ്. പിന്നെ ഈ പ്രൊഡക്ട്സ്, അത് ഇൻഡസ്ട്രിക്കാണ് പ്രൊഡക്ട്സ് ബൈ ചങ്ങനാശ്ശേരി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായ കാര്യമാണത്. സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിലെ ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച്. അത് മിക്കവാറും അടുത്ത മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആ വിവരം നിങ്ങളെല്ലാവരും അറിയിക്കുന്നതായിരിക്കും. പിന്നെ മാലിന്യം, ഈ പറഞ്ഞ ഈ മാലിന്യ പ്രശ്നം അത്ര പെട്ടെന്ന് തീരുന്ന ഒരു പ്രശ്നമല്ല. കാരണം അവിടെ മാറേണ്ടത് ഭരണാധികാരികളൊന്നുമല്ല, സാധാരണ ജനങ്ങളുടെ മനസ്സാണ് മാറേണ്ടത്. നമ്മുടെ നാട്ടിൽ കൊണ്ട് ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാ? ഇത് പ്രകൃതിയിൽ നിന്ന് വീഴുന്ന ഒന്നുമല്ല, നമ്മൾ തന്നെ കൊണ്ടാണ് ഇടുന്നത്. നമ്മുടെ വീടിൻ്റെ വാതിക്കല്ല പറമ്പിൽ കൊണ്ട് വേസ്റ്റ് ഇടും, നമ്മുടെ വീട്ടിൽ ഇടുകയില്ല. ഇതെല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എല്ലാ രാത്രിയും നോക്കാം, പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചെന്ന് പറഞ്ഞാലും പാതിര 1 മണിക്കും 2 മണിക്കും 3 മണിക്കും വന്നുകൊണ്ട് വേസ്റ്റ് കൊണ്ടിരുന്നവർ എത്രയോ പേരുണ്ട്. അതിന് സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് നമുക്കൊരു എന്തെങ്കിലും ബിസിനസ്, ഹോട്ടൽ തുടങ്ങുകയോ അല്ലെങ്കിൽ കോഴി ഇവിടെ ചിക്കൻ ഫാം, ചിക്കൻ ബിസിനസ് തുടങ്ങുകയോ ഒക്കെ ചെയ്യുന്നവരോട് ആദ്യം തന്നെ നിങ്ങളുടെ വേസ്റ്റ് എവിടെ കളയും എന്നുള്ള കാര്യത്തിന് കൃത്യമായ ഉത്തരം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് മാത്രമേ അത് തുടങ്ങാൻ പാടുള്ളൂ. ഇതിപ്പം ഈ കോഴി വേസ്റ്റുകളും എല്ലാം കൊണ്ടിട്ടുകൊണ്ടാണ് ഈ പട്ടികൾ കൂടുതൽ നാട്ടിൽ ഉണ്ടാകുന്നത്. കാരണം ഇഷ്ടംപോലെ ഭക്ഷണം അതിനുണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ശരിക്കും പറഞ്ഞാൽ മൂലപ്രശ്നം നമ്മുടെ മനുഷ്യർ തന്നെ അവരുടെ മനസ്സ് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എങ്കിൽ പോലും ഞാൻ ഇന്നലെ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ചൊരു വേൾഡ് ബാങ്കിൻ്റെ ഒരു ഏജൻസിയുമായിട്ട് സംസാരിച്ച് ചങ്ങനാശ്ശേരിക്കാണ്ട് 30 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാവുന്നതാണ്. അത് 30 ടൺ മാലിന്യം മാറ്റുവാൻ വേണ്ടിയാണ്. പക്ഷേ മുനിസിപ്പൽ കൗൺസിലേഴ്സ് ഇവർക്കുണ്ട്, അവർക്കറിയാം ചങ്ങനാശ്ശേരി, പക്ഷേ ആരും സ്ഥലം കൊടുക്കുകയില്ല. ഭാത്തിമാരത്തോട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ ഒക്കുകയില്ല, അല്ലേ? മുനിസിപ്പൽ കൗൺസിലേഴ്സ് അറിയാമല്ലോ, അങ്ങനെയുള്ള വിഷയം ചെയർമാനും ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സ്ഥലം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ഈ പ്രൊജക്റ്റ് തുടങ്ങാം. ഒരു 2 ഏക്കർ സ്ഥലം, അല്ല ചെയർമാൻ എത്രയാണ് വേണ്ടത്? 2 ഏക്കർ സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചങ്ങനാശ്ശേരിയിലെ മുഴുവൻ, മുനിസിപ്പാലിറ്റി മാത്രമല്ല, അവർ പറയുന്ന 5 പഞ്ചായത്തിലെയും മാലിന്യം മാറ്റാൻ വേണ്ടി എവിടെയെങ്കിലും സ്ഥലം നിങ്ങൾ കണ്ടുപിടിച്ചാൽ വേൾഡ് ബാങ്കാണ് ഓഫർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഏജൻസിയും തയ്യാറാണ്. പിന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കമ്പോസ്റ്റ് ബീനൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു കുട്ടിയുടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഇട്ടാൽ അവനത് എവിടെ കൊണ്ട് കളയണമെന്ന് ചിന്തിച്ചിട്ടേ കളയുള്ളൂ. നമ്മുടെ പിള്ളേർ അതങ്ങ് കളഞ്ഞു കളയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കൗൺസിലിങ്ങും കാര്യങ്ങളും ഈ കുട്ടികൾക്ക് കൊടുക്കണം. ചെറുപ്പത്തിലേ പിള്ളേർക്ക് അങ്ങനെ വളർത്തി അതിനുള്ള ട്രെയിനിങ് ക്ലാസ്സിൽ, ഈ അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫിൻ്റെ ആവശ്യമുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം, പഠിപ്പിച്ചാൽ മാത്രമേ നമ്മൾ പൊതുവായിട്ടുള്ള പിള്ളേർക്ക്, ആ വളർന്നു വരുന്ന പിള്ളേർ വേണം ഇതൊക്കെ ചെയ്യുവാൻ വേണ്ടി. പിന്നെ ബൈപ്പാസിൽ നമ്മുടെ മാലിന്യം ഇടുന്നത് എന്തൊരു കഷ്ടമാണ്. നമ്മൾ നോക്കും ബൈപ്പാസിൽ മാലിന്യം ഇടുന്നത്. ഇത് മുനിസിപ്പൽ ചെയർമാനെയോ MLA ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റമാണ് അത് ഉണ്ടാകേണ്ടത്. പിന്നെ ഇൻഡസ്ട്രി നമുക്ക് അറിയാം, ഇവിടെ നേരത്തെ പറഞ്ഞത് ചങ്ങനാശ്ശേരി നമുക്കറിയാം, ഏറ്റവും മധ്യ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ആയിരുന്നു റൂബി റബ്ബർ വർക്ക്സ്. അതൊക്കെ നമ്മുടെ ഒരു ഓർമ്മകളിൽ മാത്രമായി പോയി. അതൊക്കെ ഈ പറയുന്ന ഫുഡ് ഇൻഡസ്ട്രി, വുമൺ എൻ്റർപ്രനർ ആകുക. അതുപോലെ നിങ്ങൾ നോക്കി ചൈനക്കാർ എത്ര മനോഹരമായിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് ഇവിടെ വിൽക്കുന്നത്. എന്തൊരു ഫിനിഷിങ്ങാണ്. അവരുടെ കുടിൽ വ്യവസായമാണ്, അതിനുള്ള സപ്പോർട്ട് ചൈന കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ ബജറ്റിൽ മാടപ്പള്ളി പഞ്ചായത്തിന് വേണ്ടി ഒരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇൻഡസ്ട്രിയൽ പാർക്കാണ്.
നമുക്കതിനകത്ത് അപ്പോൾ ഇപ്പം തന്നെ 40 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് 3 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. അപ്പോൾ അതൊക്കെ ആ ഇൻഡസ്ട്രിയൽ പാർക്ക് തീർച്ചയായിട്ടും മാടപ്പള്ളിയിലുള്ള പാർക്കിൽ നിങ്ങൾ ചെറിയ സ്റ്റാർട്ടപ്പ് പദ്ധതിയൊക്കെ തുടങ്ങി പുതിയ പുതിയ സാധ്യതകളുള്ളത് പഴയ സാധ്യത നമുക്കറിയാം. നമ്മുടെ ഈ ഉള്ള വരുവര ഇൻഡസ്ട്രിക്കകത്ത് പോലും റബ്ബർ മാറ്റുകളുടെ അഭിഷേകമായിരുന്നു. എല്ലാ റബ്ബർ മാറ്റുകളാണ് ചെയ്യുന്നത്. ആ ഉള്ള 1, 2, 3 പേര് നല്ലവണ്ണം ചെയ്യുന്നു എന്നുള്ളതല്ല, ബാക്കിയുള്ള അവസ്ഥയൊക്കെ വളരെ മോശമാണ്. സോ കാലോചിതമായ മാറ്റം പ്രൊഡക്ഷനകത്ത് എന്താണോ മാർക്കറ്റിംഗ് ഉണ്ടാകുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ച് സെർച്ച് ചെയ്തിട്ട് വേണം ഇനി പുതിയ ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടി. അത് നമുക്കറിയാം. ഇപ്പോൾ AI ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനറിയാം. അതൊക്കെ നമ്മൾ ആ കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിലറിയാതെ ഈ ലേബർ പ്രശ്നങ്ങളൊക്കെയാണ് ഓരോന്ന് പറയുന്നത്. KFC നിരവധി പദ്ധതികൾ ഈ ത്രിതല പഞ്ചായത്തുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സ്കീംസ് സബ്സിഡിയോട് കൂടി കൊടുക്കുന്നു. പക്ഷേ ആരും നമ്മുടെ ആൾക്കാർ എടുക്കാൻ തയ്യാറല്ല. ഒരു ചെറിയ ഇൻഡസ്ട്രിക്ക് തുടങ്ങാൻ വേണ്ടി നമ്മുടെ മറ്റ് റൂമുകളോ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങാം. ഇപ്പം നമ്മുടെ വീടിൻ്റെ നമ്പർ വെച്ച് തുടങ്ങാം. അതിന് വരെ അനുവാദമുണ്ട്. ഇപ്പം ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു ഭയമാണ് ഈ ഒരു ചെറിയ ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങാൻ. IT മേഖലയിലെ സാധ്യത ചങ്ങനാശ്ശേരിയിൽ വളരെ വലുതാണ്. നമ്മുടെ ഈ ചങ്ങനാശ്ശേരി പ്രദേശത്തുള്ളവരെല്ലാം വർക്ക് ചെയ്യുന്നത് എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെയാണ്, അല്ലെങ്കിൽ മറ്റ് ബാംഗ്ലൂരുകളിലൊക്കെയാണ്. അത് പക്ഷേ നമുക്കൊരു പക്ഷേ വേണം സ്വകാര്യ വ്യക്തിയുമായിട്ട് ചേർന്നുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഞാനൊന്ന് എഴുതി കൊടുത്താൽ, പക്ഷേ അതൊരു ഗവൺമെൻറ് അത് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു IT പാർക്ക് ഞാൻ പറഞ്ഞതാണ്. ഒരു പക്ഷേ വീണ്ടും ഞാൻ അതിന് വേണ്ടി ഒരു ശ്രമം തുടരും. ഫ്രാഞ്ചൈസി അതൊരു വലിയൊരു വ്യവസായ വിപ്ലവമാണ്. വ്യവസായ വിപ്ലവം മീൻസ് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അമേരിക്കയിൽ തുടങ്ങിയേക്കുന്ന സൂപ്പർ മാർക്കറ്റ്, എത്രയോ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. റിലയൻസ് നമ്മുടെ ഇന്ത്യ മുഴുവൻ ഇല്ലേ. അപ്പം അതല്ല നമ്മൾ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്കുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അത് വിൽക്കുവാനുള്ള അനുവാദം മറ്റാൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ ലാഭം ഇവർക്ക് കിട്ടും, അവർക്ക് നല്ല ലാഭവും കിട്ടും. അപ്പോൾ ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു വിപ്ലവകരമായ, അത് പഴയ കാലം മുതൽ തന്നെ ഉള്ളതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ നമ്മുടെ ജെട്ടി, ഈ കോട്ടയം എറണാകുളം കനാൽ, എൻ്റെ ഓർമ്മയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാധവൻ എന്ന് പറയുന്ന ഒരു വള്ളക്കാരൻ ഈ അടുത്ത എനിക്ക് 20 വർഷം മുമ്പ് വരെ ചങ്ങനാശ്ശേരി ബോട്ട് കിട്ടിയെന്ന് എറണാകുളത്ത് സാധനം പോയി കൊണ്ടുവരുമായിരുന്നു. എനിക്ക് കാഡ്ബറീസ് കമ്പനീസിലെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. കാഡ്ബറി ചോക്ലേറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ള സമയമുണ്ട്. അന്ന് ഇദ്ദേഹം വണ്ടിയെ കൊണ്ടുവരുന്നു എറണാകുളത്തും. അപ്പം എനിക്ക് കമ്പനി സാധനം ഇവിടെ ഇറക്കുമായിരുന്നു. പക്ഷേ ഈ ബോട്ടിൽ ഈ വള്ളത്തെ തുഴഞ്ഞ് പുള്ളി അവിടുന്ന് വളരെ വരെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ അതാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടുപിടിക്കാൻ കാര്യം. പുള്ളിയെ പോയി ഞാൻ കണ്ടുപിടിച്ചു. കാരണം എനിക്ക് മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പുള്ളി വളരെ ചീപ്പായിട്ട് അവിടുന്ന് സാധനം ഇവിടെ ഇറക്കുന്നുണ്ടായിരുന്നു. കാരണം വള്ളത്തിന് വന്നാൽ ചാർജ് കുറവാണ്, എക്കണോമിക് എത്രയോ ചാർജ് കുറവാണ്. അപ്പോൾ ഞാനത് ഓർക്കുക, ഈ അടുത്ത നാൾ വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അടുത്ത നാൾ മീൻസ് ഒരു 20 വർഷം മുമ്പേ അതുണ്ടായിരുന്നു. ഒരു ബോട്ട് വള്ളം പോകുന്നുണ്ടായിരുന്നു എറണാകുളത്ത്. ഇന്ന് ആ കനാൽ ആ സൗകര്യങ്ങളൊക്കെ മാറ്റി. അപ്പോൾ ജലഗതാഗതം നമ്മുടെ നാട്ടിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമി വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുവരാനൊക്കും. അതിനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു PJ ജോസഫ് സാറ് പണ്ട് മന്ത്രിയായിരുന്നപ്പോഴേക്കും അങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ കേരളത്തിലെ തോടുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജലഗതാഗത സാധ്യതകളെ വർദ്ധിപ്പിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലറിയാമല്ലോ എന്തെല്ലാം കാര്യമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കഴിഞ്ഞാൽ നമ്മുടെ ഈ പടിഞ്ഞാറൻ ബൈപ്പാസ് ഞാൻ കൊണ്ടുവരുന്നതിന് മുമ്പ്, ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞ് 15 വർഷം മുമ്പ് ഒരു പ്ലാനുണ്ട്. അന്ന് ഹരിത MLA-മാരെന്ന് പറഞ്ഞ കുറച്ച് പേരാണ് അതിനെ എതിർത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാങ്കേതിക പ്രശ്നം നമുക്ക് നാട്ടിലുണ്ട്. പിന്നെ കൃഷി കുറഞ്ഞ പക്ഷം അവരവരുടെ വീട്ടിലെങ്കിലും അവരവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം അല്ലെങ്കിൽ പച്ചക്കറി എന്നുള്ളത് ഇനിയും എനിക്ക് തോന്നുന്നു വ്യവസായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തുടങ്ങുക. ചെറുപ്പക്കാർക്ക് പക്ഷേ അതിലോട്ട് വരാനുള്ള ഇപ്പം വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ബിസിനസ് ഒക്കെ മാത്രം ആഗ്രഹിക്കുന്നവരെ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ ഇപ്പോഴും ലാഭമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ നമുക്കതിനുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒത്തിരി ഉണ്ട്. ഞാൻ വളരെ പ്രയാസത്തോടെയാണ് നമ്മുടെ ഈ നെൽകർഷകരുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഇത്തവണ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഞാനത് ചോദ്യോത്തര വേളയിൽ തീർച്ചയായിട്ടും ഞാൻ നിയമസഭയിൽ ചോദിക്കും. കാരണം നമ്മൾ അപ്പർ കുട്ടനാട് മേഖലയായ കാരണം തന്നെ അതിനൊരു പ്രതിവിധി നമുക്ക് ഈ നമ്മുടെ നെല്ല് തന്നെ അവർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. പക്ഷേ അത് മാറ്റി ഒരു റിവോൾവിംഗ് ഫണ്ടുണ്ട്. ആ റിവോൾവിംഗ് ഫണ്ട് വഴി ഇവർക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ, അല്ല അവർക്ക് വലിയ ദൂഷ്യം ചെയ്യും. അതൊക്കെ ഞാൻ എൻ്റെ ആദ്യത്തെ നിയമസഭാ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതായിരുന്നു. പിന്നെ മറ്റു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സമയം കാരണം തന്നെ ഈ പശു ഫാം തീർച്ചയായിട്ടും അതൊക്കെ വളരെ ഇൻട്രസ്റ്റോടെ ചെയ്യാമെങ്കിൽ വളരെ മഹത്തരമായ കാര്യമാണ്. നല്ല കഷ്ടപ്പാടാണത്. പക്ഷേ അതിനെ ആ ഒരു കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അത്
മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോടൊക്കെ പറയുകയാണ്, അതല്ലെങ്കിൽ വ്യവസായ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടത് നമ്മുടെ ഈ ഓരോ ചില വീടുകളിലൊക്കെ ഉണ്ട് 15ഉം 20ഉം ഒക്കെ പശുക്കളെ വളർത്തി നല്ല രീതിയിൽ അവർ കൊടുക്കുന്നതൊക്കെ ഉണ്ട്. പാല് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് വേറെ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് കുറച്ച് നല്ല രീതിയിൽ ഈ പശുവിൻ്റെ ഫാം നടത്തിക്കൊണ്ട് അത് തൈരാക്കുക, തൈര് വഴി വേറെ യോഗട്ട്, പല ഫ്ലേവറി യോഗട്ടുണ്ട്, നല്ല ചോക്ലേറ്റ്സുകളുണ്ട്. ഇതൊക്കെ ശരിക്കും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ ഇതൊന്നും ആലോചിക്കുന്ന പോലുമില്ല നമ്മുടെ ആൾക്കാർ. നമ്മളൊരു ഈസി അങ്ങനെയുള്ള ഒരു റിസ്ക് എടുക്കാൻ ആർക്കും താല്പര്യമില്ലാത്തൊരു കാലയളവിലൂടെ നമ്മൾ പോകുന്നത്. പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള ഓരോ ചെറിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ അവരുടെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഇവർക്ക് തൊഴിലിനോടൊരു ആഭിമുഖ്യം വേണം. ഇത് 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ കാനഡയ്ക്ക് പോകുമെന്നാണ് പറയുന്നത്. ആ ഒരവസ്ഥയായി മാറി. 8ാം ക്ലാസ് അപ്പം ഇവിടെ +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ വിദേശത്ത് പോയിട്ട്, ഞാൻ കുറേയാക്കി പറയുകയല്ല, പലരും വീടുകൾ പോയി കഴുകി വൃത്തിയാക്കി ശമ്പളം മേടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടുത്തെ. നല്ല രീതിയിൽ അവരുടെ ബുദ്ധിയും ശക്തിയും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലായിക്കൂടാ? അപ്പോൾ സാമ്പത്തിക ലാഭം മാത്രമാണ് അല്ലെങ്കിൽ ഒരു വേ ഓഫ് ലൈഫ്. ഇവിടുത്തെ ഒരവസ്ഥ നമുക്കറിയാം, വളരെ മോശമായ ഒരവസ്ഥ കൊണ്ടാണ് ഇവരൊക്കെ അങ്ങോട്ട് പോകേണ്ടി വന്നത്. ഇതെല്ലാം പറ്റിയ ഒരു സാൻഡ്വിച്ച് പരുവത്തിലാണ് നമ്മുടെ നാട്. പക്ഷേ അതിനൊക്കെ മാറ്റം വരാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കണം. നമുക്ക് ആദ്യം നമ്മളൊക്കെ തന്നെയാണ് മാറ്റം വരേണ്ടത്. ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിയിലെ ഈ ഒരു നല്ല ഒരു ക്ലാസ് ആയിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ഒരു 5-6 വിഷയങ്ങളുണ്ടായിരുന്നു. 6ഉം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും ചങ്ങനാശ്ശേരിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വിഷയങ്ങളും തന്നെയാണ്. അതിന് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിക്കാർക്ക് വേണ്ടി ചെയ്യുമെന്നും ഞാൻ എൻ്റെ നേരത്തെ തന്നെ പറഞ്ഞില്ല, ഉറങ്ങുന്ന സമയമല്ലാതെ ബാക്കി സമയം മുഴുവൻ ഞാൻ ചങ്ങനാശ്ശേരിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് പ്രതീക്ഷിക്കാം. നിങ്ങളെ ഒന്നും സ്വപ്നങ്ങൾക്ക് ഒരു മങ്ങലും പറ്റാതെ തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചങ്ങനാശ്ശേരിയിലെ ഒരു നല്ല MLA ആയിട്ട് പ്രവർത്തിക്കും. നിങ്ങൾ വാക്കുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്ന MLAയുടെ പ്രതികരണത്തിന് പ്രത്യേകം നന്ദി. വേദിയിലെ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സമയം ഒത്തിരി കടന്നുപോയി എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും എത്രയും പെട്ടെന്ന് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഔദ്യോഗിക പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെയും മീഡിയ വില്ലേജ് കുടുംബവും ചങ്ങനാശ്ശേരി പൊതുസമൂഹവും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് കാര്യത്തിൽ നമ്മോടൊപ്പമുള്ള വിനീ ജോബ് കഴിവണ്ണിൽ MLA പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ഭാവി പരിപാടികളെല്ലാം ഭംഗിയായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം, ഇവിടെ എത്തിയ അഭിനന്ദമാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പോലിത്തായോടും ബഹുമാനപ്പെട്ട ആരണി ഏത്തക്കാട് അച്ഛനോടും അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ പുനശ്ശേരി അച്ഛനോടും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായിട്ട് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ 5 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന നമ്മുടെ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ജനപ്രതിനിധികളെ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാവരും എത്തി ആദ്യന്തം ഭംഗിയായിട്ട് ഇവിടെ വരികയും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്ത അവരെ പ്രത്യേകം നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ സെമിനാർ മോഡറേറ്ററായ ബഹുമാനപ്പെട്ട ഡോക്ടർ റോബിൾ രാജ് സാറിനെയും അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച അലൻ സാറിനെയും ജാൻസൺ സാറിനെയും CJ ജോസഫ് സാറിനെയും ടിൻഷു മാത്യു സാറിനെയും അതോടൊപ്പം തന്നെ ജാക്ക് ജോസഫ് സാറിനെയും ടിറ്റോ സാറിനെയും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് സ്പോൺസർ ചെയ്ത വാത്സല്യം പ്രോജക്റ്റ്, JCA 4 കോടി എന്നിവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയ മീഡിയ വില്ലേജ് അസോസിയേറ്റ്സും അതോടൊപ്പം തന്നെ മീഡിയ വില്ലേജ് സ്റ്റാഫിനെയും ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം മീഡിയ വില്ലേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോഫി പുതുപ്പറമ്പലച്ഛനെയും മീഡിയ വില്ലേജിൻ്റെ കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജിൻഡോ മുരിയങ്കരി അച്ഛനെയും ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒറ്റവാക്കിൽ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ ചങ്ങനാശ്ശേരിയിലെ എല്ലാ മനുഷ്യരെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.